അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റജബ് മാസമാണ്. റജബിൽ നടന്ന അതിമഹത്തായ സംഭവങ്ങളാണല്ലോ ഇസ്റാഉം മിഅ്റാജും. അതേക്കുറിച്ച് ഒരല്പം PA മുഹമ്മദ് ബാഖവി മുണ്ടം പറമ്പ്. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസ്വീർ. മക്കായിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് വരെയുള്ള യാത്രക്ക് ഇസ്റാ എന്നും അവിടെ നിന്ന് ആകാശങ്ങളും അതിൻ്റെ അപ്പുറം അല്ലാഹു ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട നബി തങ്ങളെ കൊണ്ടുപോയതിനെ മിഅ്റാജ് എന്നും പറയുന്നു. സൂറത്തുൽ ഇസ്രായിനെ കുറിച്ചാണ് പറയുന്നത്. സുബ്ഹാനല്ലദീ അസ്റാ, നിശാപ്രയാണം നടത്തിയ റബ്ബിനെ വാഴ്ത്തുന്നു. ബി അബ്ദിഹി, ബഹുമാനപ്പെട്ട മുത്തുനബിയെ, ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസിലേക്ക്. അല്ലദീ ബാറക്നാ ഹൗലഹു, അവിടെ മുഴുവനും പ്രത്യേകം നാം അനുഗ്രഹം ചൊരിഞ്ഞ സ്ഥലമാണത്. ലിനുരിയഹു മിൻ ആയാതിനാ, വ്യത്യസ്തമായ വലിയ വലിയ അത്യത്ഭുതങ്ങൾ ബഹുമാനപ്പെട്ട നബി തങ്ങൾക്ക് കാട്ടിക്കൊടുക്കാൻ വേണ്ടി. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, സൂറത്തുൽ ഇസ്റാ ആയത്ത് നമ്പർ 1. സുബ്ഹാനല്ലദീ, ഒരു അള്ളാഹുവിനെ വാഴ്ത്തുന്നു എന്നർത്ഥം. അസ്റ, ബഹുമാനപ്പെട്ട ജമൽ 2-ാം വാള്യം 608 പറഞ്ഞത് സറ അസ്റ രണ്ടും ലാസിമാണ്. അസ്റ എന്ന ഹംസ താദിയത്തിനല്ല, വത്താദിയത്തു ബിൽ ബാഇ, ബി അബ്ദിഹി എന്ന ബാവ് കൊണ്ട് മാത്രമാണ് താദിയത്ത്. സറയും അസ്റയും ലാസിമാണ് എന്ന്. പക്ഷേ ബഹുമാനപ്പെട്ട ബുർദയുടെ ഹാഷിയയിൽ ഇമാം ബാജൂരി തങ്ങൾ 90-ാമത്തെ പേജിൽ സറ എന്നത് ലാസിമാണ്, അസ്റ എന്നത് മുതാദ്ദിയാണ്. അസ്റ എന്ന എൽ ബുറാഖ, നബിയെയും വഹിച്ച് ബുറാഖിനെ നിശാപ്രയാണം നടത്തി എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലദീ അസ്റ, സറ എന്നാലും അസ്റ എന്നാലും നിശാപ്രയാണം, രാത്രിയുള്ള യാത്ര എന്നാണ് അർത്ഥം. എന്നിട്ടും ഈ ലൈലൻ എന്തെന്നിനെ പറഞ്ഞത്? അത് ലിൽ ഇശാറത്തി ബിതൻഗീരിഹി ലത്തഖ്ലീലി, വളരെ കുറഞ്ഞ ടൈമിൽ എന്ന അർത്ഥം ലഭിക്കാനാണ് ലൈലൻ എന്ന് പറഞ്ഞത്. ബഹുമാനപ്പെട്ട ജമൽ 2-ാം വാള്യം 608 ബഹുമാനപ്പെട്ട സ്വാവി 2-ാം വാള്യം 312-ാമത്തെ പേജിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ ടൈമിലാണ് യാത്ര എന്ന് തന്നെ കാണാം. എന്നല്ല ഇമാം സുബ്കി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് വളരെ കുറഞ്ഞ ലഹളയിൽ മാത്രം സംഭവിച്ചു. തയ്യുസമാൻ, തയ്യുൽ മക്കാൻ, മുഅ്ജിസത്തും കറാമത്തുമായി സംഭവിക്കുമല്ലോ. ബഹുമാനപ്പെട്ട ജമല് 2-ാം വാള്യം 608 പറഞ്ഞത് ഒരു 3 മണിക്കൂർ കൊണ്ട് സംഭവിച്ചു എന്നാണ്. ഏതായാലും ലൈലൻ എന്നുള്ളത് തങ്കീർ കൊണ്ട് തഖ്ലീലിലേക്ക് വളരെ കുറഞ്ഞ ടൈം എന്ന ഇഷാറത്തിനാണ്. സുബ്ഹാനല്ലദീ യസ്റാ ബി അബ്ദിഹി എന്ന് പറഞ്ഞിടത്ത് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തെയും റൂഹിനെയും മുഴുവനുമായി കൊണ്ടുപോയി എന്നറിയിക്കാനാണ് ബി അബ്ദിഹി എന്ന് പറഞ്ഞത് എന്ന് കാണാം. മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന് അഥവാ മക്കയിൽ നിന്നാണ് യാത്ര. ഇലൽ മസ്ജിദിൽ അഖ്സ, അങ്ങേ ദൂരത്തുള്ള പള്ളിയിലേക്ക്. വളരെ ദൂരത്തുള്ള പള്ളി എന്ന് പറയാൻ കാരണം മക്കയിൽ നിന്ന് 1400 കിലോമീറ്റർ അപ്പുറമാണ് ബഹുമാനപ്പെട്ട ബൈത്തുൽ മുഖദ്ദസ് ലി ബുഅദിഹി മിൻ മക്ക. ജമൽ 2-ാം വാള്യം 609-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മഖ്ദിസ് രണ്ടും പേര് പറയാം. ഏതായാലും ഒരിക്കലും തന്നെ ബിംബാരാധന ആ പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ടിട്ടേ ഇല്ലാത്ത കാരണമാണ് ബൈത്തുൽ മുഖദ്ദസ് എന്ന് പേര് കിട്ടിയത് എന്ന് ബഹുമാനപ്പെട്ട ജമൽ 2-ാം വാള്യം 609-ാമത്തെ പേജിലുണ്ട്. സ്വനമുൻ, ബിംബാരാധന നടന്നിട്ടില്ല. ബഹുമാനപ്പെട്ട കഅബയെ പണിതതിന്റെ ശേഷം ആദം നബി അലൈഹിസ്സലാം തന്നെ പണിത പള്ളിയാണ് ബൈത്തുൽ മുഖദ്ദസ്. സുലൈമാൻ നബിയാണ് എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. ജമൽ 2-ാം വാള്യം 609-ാമത്തെ പേജിലും സ്വാബി 2-ാം വാള്യം 312-ാമത്തെ പേജിലും ആദം നബി തന്നെ കഅബയെ പണിതതിന്റെ ശേഷം 40 കൊല്ലം കഴിഞ്ഞ് പണിത പള്ളിയാണ് ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നമുക്ക് നോക്കാം ഒരു ഹദീസ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാമായിരുന്ന ബഹുമാനപ്പെട്ട അബൂ താലിബ് മരണപ്പെട്ടു. വല്ലാഹി ലം യസിലു ഇലൈക ബിജംഇം ഹത്താ ഉവസ്സദ ഫിത്തുറാബി ദഫീനാ. നബി തങ്ങളെ വളരെയേറെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്ത അബൂ താലിബ് ഈ ബെയ്ത്ത്, ബാക്കിയുള്ള ബെയ്ത്തുകളും ഫത്തുൽ ബാരി 7-ാം വാള്യം 194-ാമത്തെ പേജിലുണ്ട്. അബൂ താലിബിന്റെ വിയോഗം, അതിന്റെ ശേഷം 3-ാമത്തെ ദിവസം ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയും വഫാത്തായി. അതിന്റെ ശേഷമാണ് ത്വായിഫിൽ പോയി. അവിടെയും വേണ്ടതുപോലെ സുഖങ്ങളൊന്നും കിട്ടിയില്ല. അങ്ങനെ അല്ലാഹു തആല സമാധാനിപ്പിക്കാൻ വേണ്ടിയും കൂടിയാണ് ഇസ്രാ മിഅ്റാജ് യാത്രയുണ്ടാക്കുന്നത്. ഇസ്രാകൾ വളരെയേറെ നടന്നിട്ടുണ്ട്.
ഇമാം ഷഹറാനി റളിയല്ലാഹു തആല അൻഹു സ്വപ്നത്തിലായിട്ട് 33 പ്രാവശ്യം ബഹുമാനപ്പെട്ട മുത്തനബിക്ക് ഇസ്രാവും മിഅ്റാജും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞത് നൂറുൽ അബ്സ്വാർ പേജ് 19-ലും സീറത്തുൽ ഹലബിയ വാള്യം 1 366 പേജിലും പറഞ്ഞിട്ടുണ്ട്. വമിന്നുമാ വഖാബിൽ മദീന, മദീനയിൽ നബി തങ്ങൾക്ക് ആത്മീയമായി മാത്രം സ്വപ്നത്തിൽ ഒരു മിഅ്റാജ് ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ മാ ഫഖത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ വിരിപ്പിൽ നിന്ന് നബി എങ്ങോട്ടും പോയിട്ടില്ല എന്ന് പറഞ്ഞത്. അത് ജസദിയായതല്ല, മനാമിലുള്ളതാണ് എന്ന് ബഹുമാനപ്പെട്ട സീറത്തുൽ ഹലബിയ വാള്യം 1 413 പേജിൽ പറഞ്ഞിട്ടുണ്ട്. യഖ്ലത്തൻ, ശരീരം കൊണ്ട് ഉണ്ടായത് ഒരൊറ്റ പ്രാവശ്യം മാത്രമാണ്. അത് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു 349 നമ്പറായും 1636 നമ്പറായും 3342 നമ്പറായും ഒക്കെ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസുകളിൽ കാണാം. ഈ 45ഓളം പ്രമുഖരായ സ്വഹാബാക്കൾ ഈ ഹദീസിനെ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉബൈ ഇബ്നു കഅബ്, അനസ് ഇബ്നു മാലിക്, ജാബിർ ഇബ്നു അബ്ദില്ല, ഹുദൈഫ റളിയല്ലാഹു അൻഹു, ഷദ്ദാദ് ഇബ്നു ഔസ്, ഇബ്നു അബ്ബാസ്, ഇബ്നു മസ്ഊദ്, ഇബ്നു ഔഫ്, ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ദർ, അബൂ ഹുറൈറ, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹും ഈ മഹാന്മാരൊക്കെ റിവായത്ത് ചെയ്ത ഹദീസാണ്. അൽ ബിദായത്ത് വൻ നിഹായ 2-ാം വാള്യം 470 പേജിൽ കാണാം. 40ഓളം പ്രസിദ്ധമായ കിതാബുകൾ ഈ വിഷയമായി രചിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നടന്ന വർഷം ഹിജറ 11-നാണ്, മാസം റജബിൽ തന്നെയാണ്. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, പല മാസങ്ങളിലാണെന്നും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും പിന്നീട് 2-ാം കർണിലുള്ള ഉലമാക്കളൊക്കെ അത് റജബിൽ തന്നെയാണ് എന്ന് എല്ലാവരും ഒത്തു സമ്മതിച്ച കാരണം ഇന്ന് അലൈഹി അമലുന്നാസ്, ജനങ്ങൾ മുഴുവനും അമൽ ചെയ്തു പോരുന്നതും ഇജ്മായിലൂടെ മുമ്പുണ്ടായിരുന്ന ഖിലാഫ് തന്നെ തേഞ്ഞുമാഞ്ഞു പോയി എന്നും ഇമാമിങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹാഷിയത്ത് ജൗഹറത്തു തൗഹീദ് 88 പേജ്, ബഹുമാനപ്പെട്ട റൂഹുൽ ബയാൻ 5-ാം വാല്യം 103 പേജ്, നൂറുൽ അബ്സാർ 19 പേജിലൊക്കെ കാണും. എത്ര സമയം കൊണ്ടാണ് ഉണ്ടായത്? വളരെ കുറഞ്ഞ ടൈമിലാണ്, വെറും 3 മണിക്കൂർ കൊണ്ടെന്നാണ് ജമൽ 3608 പറഞ്ഞത്. ഫീ ലഹള, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ ത്വയ്യുൽ സമാനിൽ ഉണ്ടായി, ത്വയ്യുൽ മക്കാനിലും ഉണ്ടായി എന്ന് ഇമാം സുബ്കി തങ്ങൾ അങ്ങനെ മുഖ്താറാക്കിയതായിട്ട് അല്ലാമ സ്വാവി 2-ാം വാല്യം 312 പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും എവിടെ നിന്നാണ്? അത് ഉമ്മുഹാനീൻ്റെ വീട്ടിൽ നിന്നാണ്, ഷുഅബ് അബി ത്വാലിബിൽ നിന്നാണ്, ഹിജ്റിൽ നിന്നാണ്, ജാഫർ തങ്ങളെയും ഹംസ തങ്ങളുടെയും ഇടയിൽ കടക്കുമ്പോഴാണ്, സംസമിൻ്റെ ഭാഗത്തിൽ നിന്നാണ് എന്ന പല അഭിപ്രായമുണ്ട്. അതെല്ലാം സമന്വയിപ്പിക്കാൻ പറ്റുമെന്നും സീറത്തുൽ ഹലബിയ 1-ാം വാല്യം 367 പേജിലുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട ഫാഖിത്ത റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടിലായിരുന്നു. അലി ഇബ്നു താലിബിൻ്റെ സഹോദരിയാണ്. യൗമുൽ ഫത്ഹിലാണ് അവർ മുസ്ലിമായത് എന്നും, അല്ല ആദ്യമേ മുസ്ലിമായിട്ടുണ്ടെങ്കിലും യൗമുൽ ഫത്ഹിലാണ് ഇസ്ലാമിനെ വെളിവാക്കിയത് എന്നും പറയുന്നു. അവരുടെ വീട്ടിലാണ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സമന്വയിപ്പിക്കാം എന്ന് ഇമാമികൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇസ്രാ മിഅ്റാജ് തുടങ്ങുന്നത് തന്നെ സ്വഹീഹ ഹദീസിൽ കാണാം. ചെറിയ നിരക്ക് ഹദീസ് നമുക്കൊന്ന് വായിക്കാം. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ബൈനമാഹുവനായും, അവരിങ്ങനെ ഉറങ്ങുകയാണ്. ഐ ബൈനന്നവും വൽ യഖ്ല, ഉറക്കിൻ്റെയും ഉണർവിൻ്റെയും ഇടയിലാണ് എന്നും ചില റിവായത്തിലുണ്ട്. ഉമ്മുഹാനീൻ്റെ വീട്ടിലാണ്. ഉമ്മുഹാനീൻ്റെ പേര് ഫാഖിത്ത എന്നാണ്. അലി ഇബ്നു അബി ത്വാലിബിൻ്റെ പെങ്ങളാണ്. യൗമുൽ ഫത്ഹിൽ മുസ്ലിമാവുകയോ അന്ന് ഇസ്ലാം വെളിവാക്കുകയോ ചെയ്തു എന്ന് കാണാം. ഏതായാലും ബഹുമാനപ്പെട്ട ബീവിയെ, ബഹുമാനപ്പെട്ട നബിയെ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് വിളിച്ചുണർത്തി എന്ന് അൽ ബിദായത്ത് വൻ നിഹായ 352 കാണാം. അങ്ങനെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബിയെ വിളിച്ചുണർത്തി. ഫീ തിൽക്കൽ ലൈല, ആ രാത്രിയിൽ, എന്നാൽ ഹിജറയുടെ 1 കൊല്ലം മുമ്പാണ് എന്ന് ബഹുമാനപ്പെട്ട ഷെർവാനി 1-ാം വാള്യം 416 പേജിലുണ്ട്. ഫതൂൽ മൊയിൻ 5-ാമത്തെ പേജിലുമുണ്ട്. ബഅദുൻ നബുവത്തി ബിഅശ്രി സിനീൻ, നബി തങ്ങൾക്ക് നബുവത്ത് കിട്ടിയതിൻ്റെ ശേഷം 10 വർഷവും 3 മാസവും കഴിഞ്ഞാണ് സംഭവിച്ചതെന്ന് നസീമുർ റിയാദ് 3-ാം വാള്യം 71-ാമത്തെ പേജിലുണ്ട്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോൾ മീകായിലു ഇസ്രാഫീലു അവരെ കൂടെ ഉണ്ട്. മഅഹും സബഉന, വേറെയും 70 മലായികത്ത് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് റൂഹുൽ ബയാൻ 5-ാം വാള്യം 106-ാമത്തെ പേജിലുള്ളത്. ഏതായാലും ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളും ബഹുമാനപ്പെട്ട മുത്തനബിയുടെ സവിധത്തിലെത്തിയിട്ട് നബിയെ വിളിച്ചുണർത്തി. ഫശഖ സ്വദറഹു, അവിടുത്തെ നെഞ്ചകം കീറി പിളർത്തി. നബി തങ്ങളുടെ നെഞ്ച് ആകെ 4 വട്ടം കീറലുണ്ടായിട്ടുണ്ട്. ഒന്ന് ഇന്ത മുലി സനത്തേൻ ഇവശറൈൻ, ബഹുമാനപ്പെട്ട മുത്തനബി തങ്ങൾ 2 വയസ്സും 2 മാസവും ആയ അന്ന് ബഹുമാനപ്പെട്ട ഹലീമ ബീബിയുടെ അരികിൽ താമസിക്കുമ്പോൾ ഒന്ന്.
രണ്ടാമത്തേത് ഇന്ത സ്തിഗ്മാലി അശ്വരി സിനിൻ 10 വയസ്സ് പൂർത്തിയായപ്പോൾ. മൂന്നാമത്തേത് ഇന്ത മജീൽ വഹി ബിഗാരി ഹിറാ, പരിശുദ്ധ മക്കയുടെ വടക്ക് 3 കിലോമീറ്റർ ദൂരെ സമുദ്രനിരപ്പിൽ നിന്ന് 634 മീറ്റർ ഉയരത്തിലുള്ള ഹിറാ ഗുഹയുടെ ഉള്ളിൽ ബഹുമാനപ്പെട്ട നബി തങ്ങൾക്ക് ആദ്യമായി ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ എന്ന പരിശുദ്ധമായ ആയത്തിറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് ബഹുമാനപ്പെട്ട മലക്ക് വന്നുകൊണ്ട് ഹൃദയം ഒന്ന് ശുദ്ധിയാക്കിയിട്ടുണ്ട്. നാലാമത്തേത് ഇന്ദൽ ഇസ്രാഇന്റെ സന്ദർഭത്തിലും. ഇത് നാലും അങ്ങനെ തന്നെ അല്ലാമായി ഇബ്നു ഹജർ തങ്ങൾ തന്റെ ഹാഷിയത്തുൽ ഹംസിയ 2ാം വാള്യം 16ാമത്തെ പേജിലും നൂറുൽ അബ്സാറിൽ 19ാമത്തെ പേജിലും പറഞ്ഞിട്ടുണ്ട്. കീറി എന്ന് പറഞ്ഞോടുത്ത് ബിഷാറത്ത് ജിബ്രീല ഫലാ ദമ വല അലമ, ചോരയില്ല, വേദനയില്ല. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാം ഒന്ന് ആംഗ്യം കാണിച്ചുകൊണ്ട് കീറിയതാണ്. ബൽ അസറുൻ, പക്ഷെ അവിടെ അടയാളം ഉണ്ടായിരുന്നു, തുന്നലിന്റെ അടയാളം എന്ന് റൂഹുൽ ബയാൻ 5ാം വാള്യം 106ാമത്തെ പേജിലുണ്ട്. ഏതായാലും ഫഗസലബിമായി സംസം വെള്ളം കൊണ്ട് കഴുകി. സംസം കൊണ്ട് നജസ് ശുദ്ധിയാക്കൽ പോലും ഷാഫി മദ്ഹബിൽ ഹറാമല്ല, ഹംബലി മദ്ഹബിൽ അത് ഹറാമാണ്. ഷാഫി മദ്ഹബിൽ നല്ലതല്ല. മയ്യത്ത് കുളിപ്പിക്കൽ ഖിലാഫുൽ ഔലയാണെന്നാണ് തുയ്ഫ പറഞ്ഞത്. നജസ് കഴുകലും ഹറാമൊന്നും ഇല്ല എന്നാണ് ഷാഫി മദ്ഹബ്. ബഹുമാനപ്പെട്ട സംസം വളരെ പരിശുദ്ധമായ വെള്ളമാണ്, പക്ഷെ ഏറ്റവും മുന്തിയത് സംസമല്ല. വഅഫ്ദലുൽ മിയാഇ മാഉൻ ഖദ് നബഅ മിൻ ബൈനി സുബാഇൻ നബിയിൽ മുത്തബഅ യലീഹി മാഉ സംസമിൻ ഫൽ കൗസരി ഫാനീലു ബിസ്രിൻ സുമ്മ ബാഖിൽ അൻഹുരി. അല്ലാമ സുബ്കി തങ്ങൾ പറഞ്ഞതായിട്ട് ഇമാം ഖല്യൂബി തങ്ങൾ കൻസുർ റാഗിബീൻ വാള്യം 1 മാഇന്റെ അധ്യായത്തിൽ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും മുന്തിയ വെള്ളം ബഹുമാനപ്പെട്ട നബി തങ്ങൾക്ക് മുഅ്ജിസത്തായി അല്ലാഹു തആല വിരലുകൾക്കിടയിലൂടെ നിർഗളിപ്പിച്ചു കൊടുത്ത വെള്ളമാണ്. അതിന്റെ ശേഷമാണ് സംസമിന് സ്ഥാനം. ഏതായാലും സംസം കൊണ്ടാണ് മുത്തനബിയുടെ ഹൃദയം പിളർത്തിയിട്ട് കഴുകി കൊടുത്തു. തുമ്മാ തുബഖഹു, പിന്നെ അതിനെ കൂട്ടി. തുമ്മാർക്കബഹു അലൽ ബുറാഖ്, പിന്നെ ബഹുമാനപ്പെട്ട മലക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബുറാഖിന്റെ മേൽ കയറ്റി. ബുറാഖ് എന്നുള്ളതൊരു പ്രത്യേകമായ മൃഗമാണ്, ഒരത്ഭുത മൃഗം. ബുറാഖ് എന്നുള്ളത് ദാബത്തുൻ തബീൽ, ഒരൽപ്പം നീളമുള്ള മൃഗമാണ്. അബിയദു, വെളുത്ത മൃഗമാണ്. ഫൗഖൽ ഹിമാരി വദൂനൽ ബഗ്ലി, കോബർ കൈതന്റെ താഴെ കൈതയുടെ ഒരൽപ്പം മേലെയുള്ളതാണ്. ലൈസ ദക്റൻ വലാ ഉൻസ, അതാണും പെണ്ണുമല്ലാത്ത മൃഗമാണെന്ന് ജമല് 2ാം വാള്യം 610 കാണാം. മിൻ ദാബത്തിൽ ജന്ന, അത് സ്വർഗത്തിന്റെ മൃഗമാണ് എന്ന് ഷിഫാഇൽ ഖാദിയ പറഞ്ഞിട്ടുണ്ട്. റക്കിബുൽ അംബിയാഉ ഖബല, നബി തങ്ങളുടെ മുമ്പുള്ള അംബിയാക്കളും കയറിയ മൃഗമാണ് ഈ ബുറാഖ് എന്നാണ് അൽ ബിദായത്തു വൻ നിഹായ 3ാം വാള്യം 152 വഫി ഫഖദി. പക്ഷേ ഇമാം നബവി ഇമാം റളിയല്ലാഹു തആല അൻഹു മുമ്പുള്ള അംബിയാക്കൾ അതിനുമേൽ കയറിയാണ് എന്നുള്ളത് അങ്ങനെ പറഞ്ഞാൽ പോരാ, അതിന് ദലീലിലേക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ അങ്ങനെ അംഗീകരിക്കാൻ പറ്റൂല എന്നാണ് ഷറഹ് മുസ്ലിം 1ാം വാള്യം 310ാമത്തെ പേജിലുള്ളത്. വഫി ഫഖദിഹി ജനാഹൈനി, ആ ബുറാഖ് മൃഗത്തിന്റെ 2 തൊടയിലും 2 ചിറകുണ്ട് എന്ന് അൽ ബിദായത്തു വൻ നിഹായ 353 കാണാം. വഖീല ഖദ്ദുഹു കഖദ്ദിൽ ഇൻസാൻ, മനുഷ്യന്റെ മുഖമായിരുന്നു ബുറാഖിന് എന്ന് നസീമുർ റിയാദ് 3ാം വാള്യം 56ാമത്തെ പേജിലും റൂഹുൽ ബയാൻ 5ാം വാള്യം 108ാമത്തെ പേജിലും കാണാം. ഏതായാലും ബഹുമാനപ്പെട്ട നബി മാത്രമേ അതിനുമേൽ കയറിയിട്ടുള്ളൂ എന്നാണ് നല്ല അഭിപ്രായം. പക്ഷെ വഖീല ജിബ്രീൽ, ജിബ്രീലും കയറിയിട്ടുണ്ട്. ജിബ്രീൽ തങ്ങൾ കയറിയത് ഖൽഫോ നബിയുടെ വേക്കിലാണ് എന്നും അല്ല ഖീല ഖുദ്ദാമോ നബിന്റെ മുമ്പിലാണ് എന്നും 2 അഭിപ്രായം നസീമുർ റിയാദ് 3ാം വാള്യം 56ാമത്തെ പേജിൽ കാണാം. ഏതായാലും ബുറാഖിൽ കയറി. അങ്ങനെ ആ ബുറാഖ് പെട്ടെന്ന് എവിടെയാണോ കണ്ണെത്തുന്നത് ആ സ്ഥലത്തിതാ ഇതും എത്തുന്നു. കണ്ണെത്തുന്ന സ്ഥലത്താണ് അതിന്റെ കൈ വെക്കുന്നത്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു. ഫാതാബി ജിബ്രീൽ, അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാം ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് അത്യത്ഭുതങ്ങൾ ബഹുമാനപ്പെട്ട മുത്തനബിക്ക് അല്ലാഹു തആല കാട്ടിക്കൊടുത്തിട്ടുണ്ട്. നിസ്കാരം ഒഴിവാക്കിയാലുള്ള ശിക്ഷകളെ, വ്യഭിചാരം നടത്തിയാണും പെണ്ണുങ്ങൾക്കുമുള്ള ശിക്ഷകളെ, പലിശ തിന്നുന്നവർക്കുള്ള ശിക്ഷകളെ, ഇവർക്കൊക്കെ വരാനിരിക്കുന്ന ശിക്ഷകളെ നേരിട്ട് തന്നെ ബഹുമാനപ്പെട്ട നബി തങ്ങൾ ഈ യഖ്ലത്തൻ കാട്ടിക്കൊടുത്തു. ആകാശഭൂമിൻ്റെ ഇടയ്ക്ക് ഒരുപാട് അത്ഭുതങ്ങൾ, ഇவ்விധമുള്ള ശിക്ഷകളും മറ്റും കാട്ടിക്കൊടുത്തു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹിഷാം തൻ്റെ സീറ 2ാം വാള്യം 48ാം പേജിലും ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങളിൽ ഖസ്വായിസുൽ കുബ്ര വാള്യം 1 404ാമത്തെ പേജിലും അല്ലാമ സ്വാവി തങ്ങൾ 2ാം വാള്യം 313ാമത്തെ പേജിലും അബുൽ ഫിദ ഇസ്മായിൽ ഇബ്നു കസീർ തങ്ങൾ 2ാം വാള്യം 15ാമത്തെ പേജിലും ബഹുമാനപ്പെട്ട റൂഹുൽ ബയാൻ 5ാം വാള്യം 107ാമത്തെ പേജിലും ഒരുപാട് അത്ഭുതങ്ങൾ. വ്യഭിചരിച്ചവർക്കുള്ള ശിക്ഷ, കള്ളു കുടിക്കുന്നവർക്കുള്ള ശിക്ഷ, പലിശ തിന്നുന്നവർക്കുള്ള ശിക്ഷ, ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ വഴിയോര കാഴ്ചകളായി അല്ലാഹു തആല ബഹുമാനപ്പെട്ട മുത്തനബിക്ക് കാട്ടിക്കൊടുത്തു.
മലക്ക് വിശദീകരിച്ചു കൊടുത്തു എന്ന്. അങ്ങനെ ഒരുപാട് അത്ഭുത കാഴ്ചകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിക്ക് കാട്ടിക്കൊടുത്തുകൊണ്ട് അവരെ യാത്ര തുടർന്നു. അങ്ങനെ ഫാത്താബി ജിബ്രീൽ അലൈഹിസ്സലാം ബഹുമാനപ്പെട്ട നബി തങ്ങളെ എത്തിച്ചു, ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തിച്ചു. ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മഖ്ദിസ്, രണ്ട് ലുഗത്തുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട വീട്, പരിശുദ്ധമാക്കപ്പെട്ട പള്ളി എന്നതിന് പേര് വെക്കാൻ കാരണം ഒരു ബിംബത്തെയും ആരാധിക്കപ്പെട്ടിട്ടില്ല അവിടെ വെച്ച്. അതുകൊണ്ടാണ് മുഖദ്ദസ് എന്ന പേര് കിട്ടിയതെന്ന് ജമൽ 2-ാം വാള്യം 609 കാണാം. ആദം നബി അലൈഹിസ്സലാം തന്നെയാണ് ബൈത്തുൽ മുഖദ്ദസിനെയും പണിതത്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയാണെന്നൊക്കെ ചിലർ പറയാറുണ്ട്. അതല്ല ശരി. ആദം നബി അലൈഹിസ്സലാം പരിശുദ്ധ കഅബാലയം പണിതതിന്റെ ശേഷം, കഅബാലയം ആദം 10 പ്രാവശ്യം പണിതിട്ടുണ്ട്. അതിൻ്റെ ഒരു പുനർനിർമ്മാണത്തെക്കുറിച്ചാണ് ആദം നബി അലൈഹി സ്വലാമിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത്. അതിൻ്റെ ശേഷം 40 കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം തന്നെയാണ് ബൈത്തുൽ മുഖദ്ദസ് പണിതത് എന്ന് ജമൽ 2-ാം വാള്യം 609 പേജിലും സ്വാവി 2-ാം വാള്യം 312 പേജിലും കാണാം. അപ്പൊ കഅബ പണിതതിൻ്റെ ശേഷം 40 കൊല്ലം കഴിഞ്ഞിട്ട് ആദം നബി തന്നെയാണ് അത് പണിതത്. ലോകത്ത് 3-ാം സ്ഥാനമുള്ള പള്ളിയാണ് ബൈത്തുൽ മുഖദ്ദസ്. നമ്മുടെ നാട്ടിലുള്ള നിസ്കാരത്തെക്കാൾ ബൈത്തുൽ മുഖദ്ദസ് പള്ളിയിൽ വെച്ചുള്ള നിസ്കാരത്തിന് 1000 ഇരട്ടി കൂലിയാണ്. അതിൻ്റെയും 1000 ഇരട്ടിയാണ് മസ്ജിദുൻ നബവിയിൽ. അപ്പം ശരിക്ക് 1,00,000 10 ലക്ഷമായി അവിടുത്തെ കൂലി. നമ്മുടെ നാട്ടിലുള്ള പള്ളിയെക്കാളും 1000 ഇരട്ടി ബൈത്തുൽ മുഖദ്ദസ്, അതിൻ്റെ 1000 ഇരട്ടി മസ്ജിദുൻ നബവി. അപ്പം അതിന് 10 ലക്ഷം. അതിൻ്റെയും 1,00,000 ഇരട്ടി കൂലിയാണ് ബഹുമാനപ്പെട്ട മസ്ജിദുൽ ഹറാമിൽ. മക്കായിലെ മസ്ജിദുൽ ഹറാമിൽ ഫർള് നിസ്കാരമാണെങ്കിലും സുന്നത്ത് നിസ്കാരമാണെങ്കിലും ജമാഅത്താണെങ്കിലും ഏത് നിസ്കാരത്തിനും മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നമ്മുടെ നാടിലുള്ള പള്ളിയേക്കാൾ 10,000 കോടി ഇരട്ടി പുണ്യമാണ്. ബിമിഅത്തി അൽഫി അൽഫി അൽഫിൻ സലാസ, 10,000 കോടി ഇരട്ടി പുണ്യമാണെന്ന് തുഹഫയിൽ 3 ഭാഗത്തും ബഹുമാനപ്പെട്ട ഷറഹുൽ ഇളാഹിലും ഫതാവൽ കുബറായിലും അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അവിടെ എത്തിയിട്ട് അവിടെ ഒരു പാറയുടെ ഭാഗത്ത് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് തൻ്റെ ബുറാഖിനെ കെട്ടിയിട്ടു. ബുറാഖിനെ കെട്ടിയിടുക എന്നുള്ളത് തവക്കുലിൻ്റെ എതിരല്ല എന്നും അസ്ബാബുമായി ബന്ധപ്പെടൽ തവക്കുലിനോട് അനുയോജ്യം തന്നെയാണെന്നും സീറത്തുൽ ഹലബിയ 1372 പേജിൽ പറഞ്ഞിട്ടുണ്ട്. സഹ്റത്ത്, അവിടെ ഒരു പാറ, ആ പാറയുടെ അടിയിൽ ഒരു 50 ആൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബാണ് അവിടെ വലിയൊരു പള്ളി പണിതത്. ആ പാറയുടെ മേലെയുള്ള ഖുബ്ബത്തു സഹ്റ എന്ന് പറയുന്ന ആ ബിൽഡിങ് ബഹുമാനപ്പെട്ട മസ്ജിദുൽ അഖ്സയല്ല. മസ്ജിദുൽ അഖ്സയും ഇതും തമ്മിൽ ഒരൽപ്പം 250 മീറ്ററിന്റെ വ്യത്യാസമാണ് ഖുബ്ബത്തു സഹ്റയും ബൈത്തുൽ മുഖദ്ദസും ഉള്ളത്. സാധാരണ നെറ്റിലൊക്കെ ബൈത്തുൽ മുഖദ്ദസ് എന്ന ഫോട്ടോ കാട്ടിത്തരുന്നൊരു പള്ളിയുണ്ട്. ആ പള്ളി യഥാർത്ഥത്തിൽ ബൈത്തുൽ മുഖദ്ദസ് അല്ല. അതായത് ഒരു 6 മൂലയായിട്ട് മേലെ ഒരു സ്വർണ്ണ താഴികക്കുടമുള്ള വലിയൊരു പള്ളി, അതല്ല ബൈത്തുൽ മുഖദ്ദസ്. അത് ഖുബ്ബത്തു സഹറ, അതിൻ്റെ അപ്പുറമാണ് ബൈത്തുൽ മുഖദ്ദസ്. ഈ സഹറത്ത് സ്വർഗത്തിന്റെ പാറയാണെന്ന് സീറത്തുൽ ഹലബിയ 1-ാം വാള്യം 372 പേജിലുണ്ട്. ഭൂമിയിൽ നിന്ന് ഏറ്റവും ആകാശത്തിലേക്ക് അടുത്ത സ്ഥലം ആ പാറ നിൽക്കുന്ന സ്ഥലമാണെന്ന് റൂഹുൽ ബയാൻ 5-ാം വാള്യം 112 പേജിലുണ്ട്. ഏതായാലും അവിടെ എത്തിയതിന്റെ ശേഷം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നിസ്കാരം നിർവഹിച്ചു. നിസ്കാരം മിറാജിന്റെ മുമ്പാണോ അതോ ശേഷമാണോ? 2 അഭിപ്രായം നിസ്കാരത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട അൽ ബിദായത്തു വൻ നിഹായയിൽ 2 അഭിപ്രായവും ഉദ്ധരിക്കുന്നുണ്ട്. പ്രബലമായ അഭിപ്രായം മിറാജിന്റെ മുമ്പായിട്ട് തന്നെ നിസ്കാരം നിർവഹിച്ചു. വജദ ഫീ ഇബ്രാഹിമ വ ഈസാ വ മൂസാ വ യഹ്യ, അമ്പിയാക്കളെയൊക്കെ അവിടെ കണ്ടു. ഈസാ നബി അലൈഹി സ്വലാമിന് 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം തന്നെ നുബുവത്ത് കിട്ടിയതെന്നാണ് പ്രബലം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറുപ്പത്തിലാണ് അവർക്ക് നുബുവത്ത് കിട്ടിയതെന്നൊരു അഭിപ്രായമുണ്ട്. ബഹുമാനപ്പെട്ട മവാഹിബുൽ ലദുന്നിയയിൽ ഇമാം സുർഖാനി തങ്ങൾ 1-ാം വാള്യം 67-ാം പേജിൽ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാർ അൽ വറക്കാത്ത് എന്ന അമ്പിയാക്കളെ പറ്റി പറയുന്ന ഗ്രന്ഥത്തിൽ വിശദമായി വിവരം പറഞ്ഞുകൊണ്ട് ലോകത്തുള്ള എല്ലാ അമ്പിയാക്കൾക്കും 40 വയസ്സിന്റെ ശേഷം തന്നെയാണ് നുബുവത്ത് ലഭിച്ചതെന്നാണ് പ്രബലം. ഈസാ നബിക്ക് ചെറുപ്പത്തിൽ ഹിക്മത്ത് കിട്ടി എന്നുള്ളത് നുബുവത്തല്ല, നുബുവത്ത് 40 വയസ്സിന്റെ ശേഷം തന്നെയാണ് കിട്ടിയത് എന്നതാണ് പ്രബലമെന്നും
ചെറുപ്പത്തിലേ കെട്ടി 33-ാം വയസ്സിൽ ആകാശത്തേക്ക് കയറ്റി എന്നുള്ള അഭിപ്രായം പ്രബലമല്ല എന്നും ഉദ്ധരിക്കുന്നുണ്ട്. ഏതായാലും ഫി നഫരിമിൽ അമ്പി ഒരുപാട് അമ്പിയാക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഇമാമായിട്ട് ബഹുമാനപ്പെട്ട മുത്തനബി നിസ്കരിച്ചു. അപ്പൊ ജമാ അല്ലാഹു ഫീ ജമീഅൽ അംബിയായി, എല്ലാ അമ്പിയാക്കളെയും ബൈത്തുൽ മുഖദ്ദസിൽ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടിയത് ബി അർവാഹിം റൂഹുകളെ കൊണ്ടാണ്. അല്ല റാജി പ്രകാരം അല്ലാ ബി അജ്സാദിം അവരെ ശരീരത്തോട് കൂടെ തന്നെ കൂട്ടി എന്നും അഭിപ്രായമുണ്ട്. ബുർദയുടെ ഹാഷിയ ബാജൂരി പേജ് 60 അങ്ങനെ കാണാം. വജിത്തമായുൽ മുഅ്മിനീന മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളുടെ റൂഹുകളും ഒരുമിച്ച് കൂട്ടി. അങ്ങനെ അവർക്കെല്ലാം ഇമാമായി നിസ്കരിച്ചു എന്ന് ജമൽ 2-ാം വാള്യം 610-ാമത്തെ പേജിൽ കാണാം. അങ്ങനെ ബഹുമാനപ്പെട്ട നബി അവർക്ക് ഇമാമ് നിന്നു. ആ നിസ്കാരം ഏതായിരുന്നു? തഹിയ്യത്താണ് എന്നൊരു അഭിപ്രായമുണ്ട്. അല്ല, അതൊരു ഫർള് നിസ്കാരമായിരുന്നു എന്ന അഭിപ്രായമുണ്ട്. കാരണം നബി തങ്ങൾക്ക് ആദ്യമേ 2 റക്അത്ത് രാവിലെയും 2 റക്അത്ത് വൈകുന്നേരവും ഫർളായിരുന്നു. പിന്നെ അത് നസ്ഖ് ചെയ്തു എന്നാണ് അഭിപ്രായം. ബഹുമാനപ്പെട്ട ഖുർആനിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ എന്ന് പറഞ്ഞിടത്ത് രാത്രിയുള്ള നിസ്കാരം നബി തങ്ങൾക്ക് ഫർളായിരുന്നു, പിന്നെ നസ്ഖ് ചെയ്യപ്പെട്ടതാണ് എന്ന് തഫ്സീറിലുണ്ട്. അതല്ല, അത് നഫിൽ മുത്ലഖായിരുന്നു എന്നാണ് സീറത്തുൽ ഹലബിയ 1-ാം വാള്യം 374 അല്ല, തഹിയ്യത്തോ ഫർളോ ആണെന്നാണ് നസീമുർ റിയാദ് 3-ാം വാള്യം 57 അങ്ങനെ അവർക്ക് ഇമാമായി നിസ്കരിച്ചു. എല്ലാ അമ്പിയാക്കൾക്കും ജസദുകളോടുകൂടെ തന്നെയാണ് അമ്പിയാക്കൾ മൗമൂമീങ്ങളായതെന്ന് സ്വാവി വാള്യം 2 313-ാമത്തെ പേജിലുണ്ട്. എല്ലാ മലായിക്കത്തുകളും മുഅ്മിനീങ്ങൾ അർവാഹുകളും എല്ലാം അവിടെ ഒരുമിച്ച് കൂട്ടിയെന്ന് ഹാഷിയത്ത് ബുർദ 60-ാം പേജിലും തഫ്സീറിന്റെ ജമൽ 2-ാം വാള്യം 610 കാണാം. അങ്ങനെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം മുത്തനബിക്ക് ഒരു പാനപാത്രം കൊടുത്തു. അതിൽ കള്ളിന്റെ ഒരു പാത്രമുണ്ട്, പാലിന്റെ ഒരു പാത്രമുണ്ട്, വെള്ളത്തിന്റെയും ഒരു പാത്രമുണ്ട്. 3 പാത്രമായിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ അൽ ബിദായത്ത് വന്നിഹായയിൽ പറഞ്ഞത്. 2 പാത്രം, ഒന്ന് പാലിന്റെയും ഒന്ന് ഖംറിന്റെയും 2 പാത്രമാണെന്നാണ് നസീമുർ റിയാദ് 3-ാം വാള്യം 59-ാമത്തെ പേജിലുള്ളത്. അന്ന് കള്ള് ഹറാമാക്കപ്പെട്ടിട്ടില്ല. ഫഖ്താർ അൽ ലബന, പാലിനെയാണ് മുത്തനബി തെരഞ്ഞെടുത്തത്. വളരെ സന്തോഷമായി മലക്കിന്, കാരണം പാല് ഏറ്റവും നല്ല ഖൈറാണ്. ഇമാം സുയൂത്തി തന്റെ അൽ ജാമിഉ സഗീറിൽ 447-ാം നമ്പറായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, അബൂദാവൂദ് മുസ്നദിൽ 3732-ാം നമ്പറായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, തുർമുദി ഇമാം 3455-ാം നമ്പറായും, ഇബ്നു മാജ 3322-ാം നമ്പറായും, മുസ്നദ് അഹ്മദിൽ 1978-ാം നമ്പറായും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, ഏതൊരാള് വെള്ളമോ ഭക്ഷണമോ കഴിച്ചാൽ അല്ലാഹുമ്മ ആതിനി ഖൈറൻ മിൻഹു എന്ന് പറയൽ സുന്നത്താണ്. പക്ഷെ പാല് കുടിച്ചാൽ അല്ലാഹുമ്മ സിദ്നാ മിൻഹു എന്നാണ് പറയേണ്ടത്. ലിഅന്നഹു ലാ ഖൈറ മിൻഹു, കാരണം ഏറ്റവും നല്ല ഭക്ഷണം പാലാണ്, പാലിനേക്കാളും നല്ല ഖൈറായത് മറ്റൊന്നില്ല എന്നാണ് ഇതിന്റെ അർത്ഥമെന്ന് ഇമാം മുനാവി ഫൈദുൽ ഖദീർ 1-ാം വാള്യം 381-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് ഇമാം നവവി തന്റെ അദ്കാറിൽ 212-ാമത്തെ പേജിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഭക്ഷണം പാലാണ്. അതുകൊണ്ടായിരിക്കണം നമ്മുടെ നാട്ടിലൊക്കെ ഒരു വീട് കൂടുമ്പോൾ 10 വലീമത്തുകൾ ഷാഫി മദ്ഹബ് പ്രകാരം സുന്നത്താണ്. വീട് കൂടുമ്പോൾ വലീമത്ത് കൊടുക്കൽ സുന്നത്തുണ്ട്, ഒരു ഭക്ഷണ വിതരണം സൽക്കാരം നടത്തൽ സുന്നത്തുണ്ട്. അപ്പൊ ഏറ്റവും നല്ല ഭക്ഷണം എന്ന നിലക്കായിരിക്കണം ആദ്യം പാല് കാച്ചി കൊടുക്കുന്നത്. അല്ലാതെ ഹിന്ദു സംസ്കാരത്തിൽ നിന്നോ മറ്റോ കടമെടുത്ത എന്തോ ഒരു മതാചാരം തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്ന് ധരിക്കരുത്. ഒരാൾ വീട് കൂടുമ്പം പാല് കാച്ചി കൊടുക്കുന്ന ഏറ്റവും നല്ല ഭക്ഷണം ധർമ്മം ചെയ്യുക എന്ന ഹദീസിന്റെ ഉദ്ദേശപ്രകാരമാണെങ്കിൽ അതിൽ കൂലി കിട്ടും. വെള്ളം കുടിക്കുമ്പോൾ 3 മുറുക്കായി ആദ്യ മുറുക്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് അല്പം കുടിക്കണം, എന്നിട്ട് അൽഹംദുലില്ലാ. പിന്നെ ബിസ്മി ചൊല്ലിയിട്ട് അല്പം കൂടുതൽ കുടിച്ചിട്ട് അൽഹംദുലില്ലാ, പിന്നെ ബിസ്മി ചൊല്ലിയിട്ട് ആവശ്യമുള്ളത് കുടിച്ചിട്ട് അവസാനം അൽഹംദുലില്ലാ. 3 മുറുക്കായി വെള്ളം കുടിക്കുക. ഓരോ അവ്വലിലും ബിസ്മിയും അവസാനം അൽഹംദുലില്ലയും പറയാം. ഞാൻ കുറച്ച് പാലാ കുടിക്കുന്നത് വെച്ചാൽ ആദ്യം ബിസ്മി ചൊല്ലിയിട്ട് ഒറ്റ വലിക്ക് ഫുള്ള് കുടിച്ചിട്ട് അവസാനം അൽഹംദുലില്ലാ. ഇങ്ങനെയാണ് സുന്നത്തെന്ന് ഇബ്നു ഹജർ തങ്ങൾ ഫതാവൽ കുബറ 4-ാം വാള്യം 116-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കള്ളെടുക്കാതെ ബഹുമാനപ്പെട്ട നബി തങ്ങൾ പാലാണ് എടുത്തത്. ശരിക്കും ശ്രദ്ധിക്കണം, കള്ളെടുത്തില്ല. ബഹുമാനപ്പെട്ട മുത്തനബി പാലാണ് എടുത്തത്, കള്ളല്ല, പാലെടുത്തു. അതിന്റെ ശേഷം ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞു, ഇഖ്തറത്തൽ ഫിതുറ, വളരെ നല്ല ഒരു ചര്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. ഹുദീതാവ ഹുദിയത്തു ഉമ്മത്തുക, വളരെ നന്നായി എന്ന് പറഞ്ഞു. അൽ ബിദായത്തു വന്യായ 3-ാം വാള്യം 152-ാമത്തെ പേജ്. ചില എഡിഷൻ പ്രകാരം 2-ാം വാള്യത്തിലാണ് ഇതുള്ളത്. ഏതായാലും ബൈത്തുൽ മുഖദ്ദസിൽ ബഹുമാനപ്പെട്ട നബി തങ്ങൾക്ക് ആകാശത്തേക്ക് കയറുന്നതിന്റെ മുമ്പാണ് ഈ പാല് കൊടുത്തത്. അല്ല,
തിരിച്ചു വരുമ്പോഴും പാല് കൊടുത്തു എന്നു തന്നെ 2 പ്രാവശ്യവും കൊടുത്തതായിട്ട് ചില ഹദീസുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അഷ്റഫുൽ ഖൽക്കായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് എല്ലാവർക്കും ഇമാമായി നിസ്കരിച്ചു. പാല് ബഹുമാനപ്പെട്ട നബി തങ്ങൾ കുടിച്ചു. എന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടുകൂടെ പറഞ്ഞു. ഇങ്ങനെയാണ് മുസ്ലിമിൽ 259 ബൈത്തുൽ മുഖദ്ദസിൽ പോയി വന്നപ്പോഴും അതുപോലെ തന്നെ സിദ്റത്തുൽ മുൻതഹാന്റെ ഭാഗത്തിൽ നിന്നും 2 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് എന്നും ചില അഭിപ്രായങ്ങളുണ്ട്. ഫതുഹുൽ ബാരി 7-ാം വാള്യം 216-ാമത്തെ പേജിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ശേഷമാണ് മിഅ്റാജിന്റെ സംഭവം. ഇൻഷാ അല്ലാഹ് ഒരല്പം വിശദമായി തന്നെ എന്താണ് മിഅ്റാജ് എന്ന് നമുക്ക് കാണാം. ഇതുവരെ പറഞ്ഞത് നാം ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് തങ്ങൾക്ക് കൊടുത്ത പരിശുദ്ധമായ ഖുർആൻ തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞ ഇസ്രാഇനെ കുറിച്ചാണ്. ഇസ്രാ ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല. ഇസ്രാ നിഷേധിച്ചവൻ കാഫിറാണ്. അവിടെ നിന്ന് ആകാശത്തിലേക്ക് പോയ മിഅ്റാജ് സ്വഹിയ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടുന്നതാണ്. ഇത് നിഷേധിച്ചാൽ ഫാസിഖ് മാത്രമാവുക, അല്ലാതെ ഒരിക്കലും കാഫിറാകുന്നതല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫർഹാരി തന്റെ നിബറാസിലും മറ്റുമൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ഏതായാലും ചെറിയ നിരക്ക് ഇസ്രാന്റെ ചരിത്രമാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇനി മിഅ്റാജിന്റെ ചരിത്രം നമുക്ക് ഒരല്പം വിശദമായി തന്നെ പറയാം. മിഅ്റാജ് എന്നാൽ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആകാശങ്ങളിലേക്കും അള്ളാഹ് ഉദ്ദേശിച്ച പല സ്ഥലങ്ങളിലേക്കും പോയ യാത്രയെക്കുറിച്ചാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. അതിന്റെ മുമ്പ് നേരെ മക്കയിൽ നിന്ന് മിഅ്റാജിലേക്ക് പോകാതെ മക്കയിൽ നിന്ന് നേരെ ബൈത്തുൽ മുഖദ്ദസിൽ എത്തിച്ചു. അവിടെയെല്ലാം നിസ്കാരങ്ങളും മറ്റും നിർവഹിച്ചതിന്റെ ശേഷമാണ് മിഅ്റാജ്. ഇതിന്റെ കാരണവും യുക്തിയും പല ഇമാമിയങ്ങളും പല നിലക്കുതിരിക്കുന്നുണ്ട്. അതൊന്ന് തന്റെ പിതാക്കളെയും തന്റെ കുടുംബാംഗങ്ങളെയും അമ്പിയാക്കളെയും ഒക്കെ സിയാറത്ത് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതായിരുന്നു എന്നാണ് ഒരു ലക്ഷ്യം പറയുന്നത്. മറ്റൊന്ന് മറ്റു അമ്പിയാക്കൾക്ക് വരെ ബഹുമാനപ്പെട്ട മുത്ത് നബിയുടെ സാന്നിധ്യം കൊണ്ട് ബറക്കത്തെടുക്കലും ബാറക്കന ഹൗലഹുവായ സ്ഥലത്തിൽ മുത്തുനബി തങ്ങളുടെ സാന്നിധ്യം കൂടി വന്നിട്ട് ഒരു ബറക്കത്തുണ്ടാകലും ഉദ്ദേശിച്ചുകൊണ്ടാണെന്നാണ് 2. മൂന്നാമത്തേത് പല ഉലമാക്കളും ഇമാമിയങ്ങളുടെ രേഖപ്പെടുത്തി. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ മിഅ്റാജ് നടത്തി തിരിച്ചു വന്നിട്ട് മക്കക്കാരോട് ഞാൻ ആകാശങ്ങളിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ ഒരു ലക്ഷ്യം കാണൂല. നേരെ മറിച്ച് ഞാൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി അവിടെ നിന്ന് അങ്ങോട്ട് മിഅ്റാജിലേക്ക് പോയി എന്ന് പറയുമ്പോൾ കുറേ ആളുകൾ ബൈത്തുൽ മുഖദ്ദസിനെ കണ്ടവരുണ്ട്. അവർ ബഹുമാനപ്പെട്ട നബി തങ്ങളോട് നിങ്ങൾ എങ്ങനെയാണ് ബൈത്തുൽ മുഖദ്ദസിനെ കണ്ടത് എന്നതിൻ്റെ വിശേഷണങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കുകയും ചെയ്തു. അങ്ങനെ ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട നബി തങ്ങൾ വ്യക്തമായി ബൈത്തുൽ മുഖദ്ദസിന്റെ സ്വഭാവങ്ങളും ഗുണഗണങ്ങളും എല്ലാം അങ്ങ് വിവരിച്ചു കൊടുത്തപ്പോൾ അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു ഇത് ശരിക്ക് കണ്ടത് തന്നെയാണ്. ബഹുമാനപ്പെട്ട മുത്തുനബിയാണെങ്കിലോ മുമ്പ് അവിടെ യാത്രയായിട്ടില്ല, ബൈത്തുൽ മുഖദ്ദസ് മുമ്പ് കണ്ടിട്ടില്ല എന്നറിയുന്നവരാണ് മക്കക്കാര്. എന്നിരിക്കെ ഇന്നലെ രാത്രി കൊണ്ട് പോയി വന്നു എന്ന് പറഞ്ഞിട്ട് നേരെ കണ്ടവർ, എത്രയോ കാലം അവിടെ താമസിച്ചിരുന്നവർ വ്യക്തമായി പറയുന്ന പ്രകാരം ബൈത്തുൽ മുഖദ്ദസിനെ വിവരിച്ചു കൊടുത്തപ്പോൾ അവർക്ക് വിശ്വസിക്കേണ്ടി വന്നു. അപ്പം ബൈത്തുൽ മുഖദ്ദസ് പോയിട്ടുണ്ട് എന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് പോയി എന്നുള്ളതിലും അവർ വസ്തുമാക്കണം എന്നുള്ള നിലക്കാണ് എന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും മിഅ്റാജ് വളരെ പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയിട്ട് ബൈത്തുൽ മുഖദ്ദസിന് അങ്ങോട്ട് പോയ യാത്രക്കാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. 33ഓളം മിഅ്റാജ് സ്വപ്നത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഇമാം ഷഹറാനി തങ്ങൾ പറഞ്ഞത് നൂറുൽ അബ്സാറിന്റെ 19-ാമത്തെ പേജിലുണ്ട്. സീറത്തുൽ ഹലബിയ 1-ാം വാള്യം 366 ഇത് പറഞ്ഞിട്ടുണ്ട്. സ്വപ്നത്തിൽ പലവട്ടം മിഅ്റാജ് നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ മാ ഫഖത്തു റസൂലുള്ളാഹിനെ ഒരിക്കലും ഞാൻ എൻ്റെ വിരിപ്പിൽ നിന്ന് കാണാതെ വന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞത് മദീനയിൽ വെച്ചാണല്ലോ. ആയിഷ ബീവിയും ബഹുമാനപ്പെട്ട നബിയും തങ്ങൾ വീട് കൂടുന്നത് മദീനയിൽ വെച്ചാൽ ഹിജറയുടെ മുമ്പ് വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ വീട് കൂടുന്നതൊക്കെ സത്യത്തിൽ ഹിജറയുടെ ശേഷം. അപ്പം എൻ്റെ വിരിപ്പിൽ നിന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങൾ പോയിട്ടില്ല എന്ന് പറയുന്നത് ഹിജറയുടെ ശേഷം ഉള്ള ആ മിഅ്റാജിനെ കുറിച്ചാണ്. അത് സ്വപ്ന മിഅ്റാജു മാത്രമാണ് എന്ന് ബഹുമാനപ്പെട്ട സീറത്തുൽ ഹലബിയ വാള്യം 1 പേജ് 413 പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ യഖ്ലത്തൻ ശരിക്കുള്ള മിഅ്റാജ് ഒരു വട്ടേ ഉണ്ടായിട്ടുള്ളൂ. അതുണ്ടായത് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് പവിത്രമായ റജബ് 27-ാം രാവിന് തിങ്കളാഴ്ച രാവാകുന്നു. ഇസ്രാ എന്നുള്ളത് ഖുർആൻ കൊണ്ടും ഇജ്മാ കൊണ്ടും ഹദീത്ത് കൊണ്ടും ഒക്കെ സ്ഥിരപ്പെട്ടിരിക്കയാൽ അത് നിഷേധിക്കുന്നവൻ കാഫിറാണ്. മിഅ്റാജ് എന്നുള്ളത് ഒരുപാട് ഹദീത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടു.
ഉദാഹരണം ബുഖാരിയിൽ 349 നമ്പർ ഹദീസ്, 1636 നമ്പർ, 3342 നമ്പർ, ഈ ഹദീസുകളിലെല്ലാം സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് നിഷേധിക്കുന്നവർ മുബ്തദിയോ ഫാസിഖോ ആകും, കാഫിറല്ല എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഈ യഖ്ലത്തൻ നേരെ ശരീരം കൊണ്ട് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ ശേഷം 11ാമത്തെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം റജബ് 27 രാവ് തിങ്കളാഴ്ച ഉണ്ടായതിനെ കുറിച്ചാണ് യഥാർത്ഥ മിഅ്റാജ്, ഇസ്രാഉം മിഅ്റാജും എന്ന് മുസ്ലിം ലോകം എന്ന് പറയുന്നത്. ഇതെന്നാണ് ഉണ്ടായത് എന്ന വർഷത്തിലോ മാസത്തിലോ ദിവസത്തിലോ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് അഭിപ്രായങ്ങളെല്ലാം തേഞ്ഞു മാഞ്ഞു പോയി എന്നും മുസ്ലിം ലോകത്ത് ഇജ്മാഅ് തന്നെ ഉണ്ട് എന്നും അതിൻ്റെ മേലാണ് അമലുന്നാസ്, ജനങ്ങൾ മുഴുവൻ ഇന്ന് അമൽ ചെയ്തു പോരുന്നത് എന്നും ബഹുമാനപ്പെട്ട ബാജൂരി അതുപോലെ തന്നെ റൂഹുൽ ബയാൻ തഫ്സീറുകളിലൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഇസ്രാ മിഅ്റാജും സംഭവിച്ചത്. സലാസു സഅഅത്തിൻ എന്ന് തഫ്സീറിന്റെ ജമൽ 3-ാം വാള്യം 608-ലും ഫീ ലഹ്ലത്തിൻ ഖലീലത്തിൻ എന്ന് ഇഖ്താർ സുബ്കി മുഖ്താറാക്കിയ അഭിപ്രായം സ്വാബി 2-312-ലും ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതായാലും ഏറ്റവും വലിയൊരു മുഅ്ജിസത്തിന്റെ കൂട്ടത്തിലാണ് മിഅ്റാജ്. 45ഓളം പ്രമുഖരായ സ്വഹാബാക്കൾ ഇതിനെ റിവായത്ത് ചെയ്തിട്ടുണ്ട്. 40ഓളം പ്രസിദ്ധമായ കിതാബുകൾ ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരല്പനേരം കൊണ്ട് ഇസ്രാവും ഒരല്പനേരം കൊണ്ട് മിഅ്റാജും നടക്കുക എന്നുള്ളത് അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം തയ്യുസ്സമാനും തയ്യുൽ മക്കാനും ഒക്കെ മുഅ്ജിസത്തുകളാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ വടി കക്ഷത്തിൽ വെച്ച് പുറത്തെടുക്കുമ്പം വൈദായ ബൈളാഉലിന്നാദിരീൻ പ്രകാശിച്ചത് സൂറത്തുൽ അറാഫ് 108-ാം ആയത്തിലുണ്ട്. സ്വാലിഹ് നബിക്ക് വലിയ പാറക്കല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഒട്ടകത്തെ പുറത്തെടുത്തു കൊടുത്തത് സൂറത്തുൽ ഇസ്രാഇന്റെ 59-ാമത്തെ ആയത്തിലുണ്ട്. മരിച്ചവരെ പോലും ഈസ നബി അലൈഹി സ്വലാം ജീവിപ്പിച്ചിരുന്നത് സൂറത്ത് ആലി ഇമ്രാന്റെ 49-ാമത്തെ ആയത്തിലുണ്ട്. ബാഹിറിനെ ബഹുമാനപ്പെട്ട മൂസാ നബി വടി കൊണ്ടടിച്ചുകൊണ്ട് പിളർത്തിയിട്ട് കത്തൗദിൽ അളീം 2 ഭാഗത്തേക്കും വെള്ളം ഐസ് കട്ട പോലെ മാറി നിന്നത് സൂറത്തു ശുആറാന്റെ 63-ാമത്തെ ആയത്തിലുണ്ട്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ വിരിപ്പിലിരുന്ന് കാറ്റുകൊണ്ട് താൻ ഉദ്ദേശിച്ച സ്ഥലത്തിലേക്ക് ബഹുമാനപ്പെട്ടവരെ യാത്ര കൊണ്ടുപോകുന്നതിനെ കുറിച്ച് സൂറത്തു സബ 12-ാമത്തെ ആയത്തിലുണ്ട്. ആകാശത്തിലുള്ള വലിയ ചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ നബിയുടെ ഇഷാറത്ത് പ്രകാരം 2ആയി പിളർന്നത് സൂറത്തുൽ ഖമറിന്റെ 1-ാമത്തെ ആയത്തിലുണ്ട്. അപ്പം അമ്പിയാക്കൾക്ക് അല്ലാഹു തആല എമ്പാടും മുഅ്ജിസത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെയുള്ളൊരു മുഅ്ജിസത്താണ്, വലിയൊരു അത്ഭുത സംഭവമാണ് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്രാഉം മിഅ്റാജും കൊടുത്തത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട, നമുക്ക് ആ ഹദീസ് ഒന്ന് വായിക്കാം. ഇസ്രാ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ബൈത്തുൽ മുഖദ്ദസിൽ എല്ലാവർക്കും ഇമാമായി നിസ്കരിച്ചു, പാലും കുടിച്ചു ഒക്കെ കഴിഞ്ഞതിന് ശേഷം തുമ്മ അറജബി, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാം എന്നെയുമായി കൊണ്ടുപോയി, എല്ലാ ആകാശങ്ങളിലേക്കും കൊണ്ടുപോയി. ജിബ്രീലാണ് കൊണ്ടുപോകുന്നത്, മലക്കുകളുടെ നേതാവാണ്. മലക്കുകളും 1-ാമത്തെ ഊത്തിൻ്റെ സന്ദർഭത്തിൽ എല്ലാ മലക്കുകളും മരിക്കും. 4 മലക്കുകൾ അപ്പം മരിക്കൂല, പിന്നീടാണ് മരിക്കുന്നത് എന്ന് ജമൽ 2-ാം വാള്യം 611-ലുണ്ട്. ഏതായാലും ജിബ്രീൽ അലൈഹി സ്വലാം ബഹുമാനപ്പെട്ട നബിയെയുമായി ആകാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ യാത്രനെ കുറിച്ചാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. മിഅ്റാജ് മയറാജ് രണ്ടും മീമിന് ഫത്വവും കസ്റും പറ്റുമെന്ന് റൂഹുൽ ബയാൻ 5-ാം വാള്യം 113-ലുണ്ട്. സീറത്തുൽ ഹലബിയ 1-395-ലുമുണ്ട്. മർക്കാത്ത് മിർക്കാത്ത് കോണി രണ്ടും പറയാമെന്ന് കാമൂസിലുണ്ട്. ജമൽ 2-ാം വാള്യം 610-ൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മിഅ്റാജ് നബി തങ്ങളൊരു കോണിമലാണ് പോയത് എന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വർണത്തിൻ്റെ ഒരു കോണി. ഹാലാ നബി തങ്ങൾ പറഞ്ഞു, ലം അറ ഷൈഅൻ അഹ്സന മിൻഹു, ആ കോണിയേക്കാളും സുന്ദരമായ ഒരു വസ്തുവിനെ ഞാൻ കണ്ടിട്ടില്ല. വവല്ലദീ യംതദ്ദു ഇലൈഹി മയ്യിതുകും ഐനൈഹി ഇദാ ഹുദിറ, മരണനേരത്ത് നിങ്ങൾ ഓരോരുത്തരും കണ്ണ് നിർത്തി നോക്കുന്നത് ആ കോണിയെയാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞതായി അൽ ബിദായത്തു വന്നിഹായയിൽ ഇബ്നു കതീർ 3-ാം വാള്യം 152-ാം പേജിലും നസീമുർ റിയാദ് 3-ാം വാള്യം 52-ാം പേജിലും പറഞ്ഞിട്ടുണ്ട്. റൂഹുൽ ബയാൻ 5-ാം വാള്യം 13-ാമത്തെ പേജിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും നബി തങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് പോയത് ബുറാക്കിന്മേലല്ല, ബൈത്തുൽ മുഖദ്ദസിൽ ബുറാക്കിനെ കെട്ടിയിട്ടു. ഇനി 7-ാം ആകാശത്തേക്ക് പോകുന്നതൊക്കെ കോണിന്മേലാണ്, ഒരു പ്രത്യേക തരം കോണി, ബുറാക്കിൽ അല്ല എന്ന് അൽ ബിദായത്തു വന്നിഹായയിൽ ഉദ്ധരിക്കുന്നുണ്ട്. സീറത്തുൽ ഹലബിയ 1-ാം വാള്യം 391-ാമത്തെ പേജിൽ ഉദ്ധരിക്കുന്നുണ്ട്. അല്ല, ബുറാക്കിൽ തന്നെയാണ് ആകാശങ്ങളിലേക്കും പോയത്. കെട്ടിയിട്ട ബുറാക്കിനെ അഴിച്ചെടുത്തുകൊണ്ട് ആകാശങ്ങളിലേക്കും ബുറാക്കുമ്പോൾ തന്നെയാണ് പോയത് എന്ന അഭിപ്രായമാണ് നസീമുർ റിയാദ് 3-ാം വാള്യം 375-ാമത്തെ പേജിലുള്ളത്.
ബുറാഖിന്റെ മേൽ അല്ല എന്നാണ് സീറത്തുൽ ഹലബിയ 1390 ബുറാഖിൽ തന്നെയാണെന്നാണ് നസീമുൽ റിയാദിലുള്ളത്. മാത്രമല്ല കോണിയിലാണെന്ന് പറഞ്ഞാൽ പോരാ, 10 കോണി ഉണ്ടായിരുന്നു എന്നാണ് തഫ്സീറിന്റെ ജമല് 2-ാം വാള്യം 610 വിവരിക്കുന്നത്. ഒരു കോണിയിൽ 1-ാം ആകാശത്തേക്കും മറ്റൊരു കോണിയിൽ 2-ാം ആകാശം, ഇങ്ങനെ 7 ആകാശങ്ങൾക്ക് 7 കോണി. പിന്നെ സിദ്റുൽ മുൻതഹിലേക്ക് 8-ാമത്തെ കോണി, കുർസിയിലേക്ക് 9-ാമത്തെ കോണി, അർശിലേക്ക് 10-ാമത്തെ കോണി. ഇങ്ങനത്തെ 10 കോണിയിലാണ് യാത്ര എന്ന് ബഹുമാനപ്പെട്ട തഫ്സീറുൽ ജമൽ 2-ാം വാള്യം 610-ാമത്തെ പേജിൽ കാണാം. ഇങ്ങനെ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് ഇങ്ങനെ യാത്രയായി. മൂന്നാമത്തെ ഒരാളില്ല. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് തങ്ങളോടുകൂടെ ജിബ്രീൽ അലൈഹിസ്സലാം, മനുഷ്യരിൽ നിന്ന് നബി മാത്രം. അതിനെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ബൂസൂരി ഇമാം فوق البراق مسرجا مزموما ترقى يساير كالأمين نديما تعالوا لحضرة قدسه تقديما صلوا عليه وسلموا تسليما. നബി തങ്ങൾ ഇങ്ങനെ പോവുക, വല്ലാത്തൊരു റാഹത്ത്. എല്ലാ അമ്പിയാക്കളും എന്നിട്ടുള്ള പറയുന്നു, عند اتفاق نبينا بالأنبياء وكرام رسل الله لما أسريا أنه تبشيرا بجاه أوتيا كل يرحب ضاحكا وبسيما صلوا عليه وسلموا تسليما. ഓരോ ആകാശത്തിൽ ചെല്ലുമ്പോഴും ഹദീസിൽ കാണാം, അത്തായി തന്തഹായില കുല്ലി സമായിൻ, ഓരോ ആകാശത്തിലെത്തിയപ്പോഴും ഇസ്തഫ്താഹ, നബി ആകാശം തുറക്കാൻ ജിബ്രീൽ അലൈഹി സ്വലാം ആവശ്യപ്പെട്ടു. ജിബ്രീൽ ആവശ്യപ്പെടുന്ന നബി തുറക്കിൽ ബാബി, വാതിലിന് മുട്ടല, അല്ലാതെ ലാബിൽ കലാം, തുറക്കൂ എന്ന് പറയലല്ല, വാതിലിന് മുട്ടിയിട്ടേ ഉള്ളൂ എന്ന് ജമല് 2-ാം വാള്യം 611-ാം പേജിലുണ്ട്. ഇങ്ങനെ പറഞ്ഞപ്പം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാമിനോട് അങ്ങേ ഭാഗത്തിൽ നിന്ന് മന്നന്ത ആരാണെന്ന് ചോദിച്ചു. ഇത് ജിബ്രീലാണെന്ന മറുപടി. ആരാ കൂടെ? ബഹുമാനപ്പെട്ട മുഹമ്മദ് നബിയാണ്. അവിടേക്ക് നിയോഗിക്കപ്പെട്ടിരുന്നോ? അതെ എന്ന് പറഞ്ഞപ്പം വാതിൽ തുറന്നു കൊടുത്തു. ഓരോ ആകാശത്തും പ്രത്യേകമായ മലക്കുകളെ കണ്ടു. ഓരോ മലക്കുകളും സുസ്മേരപതരായി ബഹുമാനപ്പെട്ട മുത്തുനബിക്ക് സ്വാഗതം പറഞ്ഞു. വളരെയേറെ ബഹുമാനപ്പെട്ട മുത്തുനബി തങ്ങളോട് എല്ലാവരും സന്തോഷം പറഞ്ഞു. ഒന്നാം ആകാശത്ത് ആദം നബി അലൈഹി സ്വലാമിനെ കണ്ടു. 25 പ്രാവശ്യമാണ് ആദം എന്ന പേര് ഖുർആനിൽ പറഞ്ഞത്. ആദ്യ അമ്പിയാക്കളാണ്, ഒരു ദോഷങ്ങളും ചെയ്യാത്തവരാണ് അമ്പിയാക്കൾ. അമ്പിയാക്കൾ മാസൂമിങ്ങളാണെന്ന് തുഹ്ഫ 2-ാം വാള്യം 206-ാമത്തെ പേജിലുണ്ട്. അവരിന്നും ഖബറിൽ ജീവിച്ചിരിപ്പുള്ളവരാണെന്ന് തുഹ്ഫ 2-ാം വാള്യം 167-ാമത്തെ പേജിലുണ്ട്. എല്ലാ അമ്പിയാക്കളും മാസൂമിങ്ങളാണെന്ന് തഫ്സീറുർ റാസി സൂറത്തുൽ ബഖറയുടെ 36-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് എഴുതുന്നുണ്ട്. ആദം നബി അലൈഹി സ്വലാം വലതുഭാഗത്തേക്ക് നോക്കുമ്പം ചിരിക്കുന്നു, ഇടതുഭാഗത്തേക്ക് നോക്കുമ്പം കരയുന്നു. കാരണം സ്വർഗത്തിലുള്ളവരുടെ റൂഹുകളും നരകത്തിൽ കടക്കാനുള്ളവരുടെ റൂഹുകളും കാണുന്നു. യഥാർത്ഥ മോമിനിങ്ങളുടെ റൂഹ എല്ലിയീനിലും കാഫിരീങ്ങളുടെ റൂഹ സിജ്ജീനിലുമാണെങ്കിലും അള്ളാഹു തആല അതൊക്കെ ബഹുമാനപ്പെട്ട മുത്തനബിക്ക് അവിടെ കാട്ടിക്കൊടുക്കുകയായിരുന്നു എന്ന് പറയാം. ഏതായാലും ബഹുമാനപ്പെട്ട ഫത്തുൽ ബാരി 1-ാം വാള്യം 348-ാമത്തെ പേജിൽ ബുഖാരിയുടെ 349-ാമത്തെ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഈ ചിരിയും കരച്ചിലും വിശദീകരിക്കുന്നുണ്ട്. നസീമുൽ റിയാദ് 3-ാം വാള്യം 61-ാം പേജിൽ അതുണ്ട്. ബഹുമാനപ്പെട്ട ആദം നബിയുടെ ഖബർ മക്കയിലെ ജബൽ അബി ഖുബൈസ് മലയിലാണ് വെള്ളിയാഴ്ചയായിരുന്നു മരണപ്പെട്ടിരുന്നതെന്ന് ഇമാം ത്വബരി തങ്ങൾ പറഞ്ഞതായി കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാർ വറക്കാത്ത് എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട്. അവരുടെ മക്കളാണ് കാബീലും ഹാബീലും. ഹാബീൽ മുസ്ലിമാണ്, കാബീൽ കാഫിറാണ്. ഇവിടെ മദ്രാസിനടുത്തുണ്ട് കാബീലിൻ്റെയും ഹാബീലിൻ്റെയും മക്ബറ എന്ന് പറഞ്ഞിട്ട് പാമ്പമ്പാലം കടന്നു പോയാൽ കാണാം. അത് യഥാർത്ഥ ആദം നബിയുടെ മകൻ കാബീൽ ആകൂല. കാരണം കാബീൽ കാഫിറായിട്ടാണ് ചത്തുപോയത് എന്ന് തഫ്സീറുൽ ജമലിൽ വളരെ വ്യക്തമായി മഹാനായ സുലൈമാൻ ജമൽ എഴുതുന്നുണ്ട്. ഏതായാലും 1-ാം ആകാശത്ത് ആദം നബിയെ കണ്ടു. 2-ാം ആകാശത്ത് ഈസ നബി അലൈഹി സ്വലാമിനെയും യഹ്യാ നബി അലൈഹി സ്വലാമിനെയും കണ്ടു. ഈസ എന്ന് 25 വട്ടമാണ് ഖുർആനിൽ പറഞ്ഞത്. യഹ്യ എന്ന 5 വട്ടവും. ഇബ്ന ഖാലത്തിൻ എന്ന് അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ മുസാമഹത്തുണ്ടെന്ന് ജമൽ 2-ാം വാള്യം 610-ാം പേജിലുണ്ട്.
ബഹുമാനപ്പെട്ട ഈസാ നബിക്കും നുബുവത്ത് കിട്ടിയത് 40-ാം വയസ്സിൽ തന്നെയാണ്. ഈസാ നബിക്ക് ചെറുപ്പത്തിൽ നുബുവത്ത് കിട്ടി 33-ാം വയസ്സിൽ കയറ്റി എന്ന് പറയുന്നത് പ്രബലമല്ല എന്നാണ് ഇമാം സുർഖാനി അൽ മവായിബുൻ ലദുന്നിയ 1-ാം വാല്യം 67-ാമത്തെ പേജിൽ പറഞ്ഞത്. ഇത് കൈപ്പറ്റ ഉസ്താദ് തൻ്റെ ബഹുമാനപ്പെട്ട വറഖത്ത് പറഞ്ഞ കിതാബിലും പറഞ്ഞിട്ടുണ്ട്. അടുത്ത 3-ാം ആകാശത്ത് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കണ്ടു. 26 വട്ടമാണ് ബഹുമാനപ്പെട്ടവരുടെ പേര് ഖുർആനിൽ പറഞ്ഞത്. ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു തആല വളരെയേറെ സൗന്ദര്യം കൊടുത്തിട്ടുണ്ട്. നബി തങ്ങൾ അത്ര സൗന്ദര്യരല്ല. നബി തങ്ങൾക്ക് ഓഹരി വെക്കപ്പെട്ടതല്ല, ഫുള്ള് സൗന്ദര്യമുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാമിന് പൗതി സൗന്ദര്യമുള്ളൂ. 440 കൊല്ലം യൂസുഫ് നബി ജീവിച്ചിരുന്നു എന്നാണ് ഇത്ഖാനിലുള്ളതായി വറഖത്ത് ഉദ്ധരിക്കുന്നത്. 440 കൊല്ലം യൂസുഫ് നബി അലൈഹി സ്വലാം ജീവിച്ചു. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ അമ്പിയാക്കളെയും അവർക്ക് കാട്ടിക്കൊടുത്തു. അള്ളാഹു തആല കാട്ടിക്കൊടുത്തു. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം വളരെ സൗന്ദര്യമുള്ള ആളാണ്. പക്ഷെ മുത്തുനബിക്കാണ് അതിലേറെ സൗന്ദര്യം. കാരണം ബഹുമാനപ്പെട്ട ഹദീസിൽ കാണാം, മാ ബഅസല്ലാഹു നബിയൻ, ഒരു നബിനെയും അള്ളാഹു തആല അയച്ചിട്ടില്ല, ഇല്ലാ ഹസന സ്വൗതി വഹസനൽ വജ്ഹ്, നല്ല സുന്ദരന്മാരും നല്ല സൗണ്ടുള്ളവരുമല്ലാതെ കാന നബിയുക്കും വഹസനക്കും സൗതാ വഹസനക്കും വജ്ഹാ, ഞാനാണ് നിങ്ങളിൽ ഏറ്റവും സൗന്ദര്യമുള്ളവൻ എന്ന് പറഞ്ഞത് സീറത്തുൽ ഹലബിയ 1-ാം വാല്യം 395-ാമത്തെ പേജിലുണ്ട്. ഏതായാലും അടുത്ത 4-ാം ആകാശത്ത് ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലൈഹി സ്വലാം 2 വട്ടമാണ് ഇദ്രീസ് എന്നുള്ള പേര് ഖുർആനിലുള്ളത്. അവലുമൻ ഖാത സിയാബ, ആദ്യം വസ്ത്രം തുന്നിയുണ്ടാക്കിയത് ബഹുമാനപ്പെട്ടവരാണ്. അതിൻ്റെ മുമ്പ് തോലുകളാണ് ധരിച്ചിരുന്നതെന്ന് ജമൽ 2:611 ആദ്യമായി പേന കൊണ്ട് എഴുതിയത് ബഹുമാനപ്പെട്ടവരാണെന്ന് അൽ ബിദായത്തു വന്നിഹായ ഇബ്നു കതീർ തങ്ങൾ പറഞ്ഞത് വറഖാത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. 5-ാം ആകാശത്ത് ഹാറൂൻ നബി അലൈഹി സ്വലാം 20 പ്രാവശ്യമാണ് ഖുർആനിൽ അവരുടെ പേര് പറഞ്ഞത്. മൂസാ നബി അലൈഹി സ്വലാമിനേക്കാളും 2 വയസ്സ് കൂടുതലാണ് ഹാറൂൻ നബിക്ക്. 6-ാം ആകാശത്ത് മൂസ നബി അലൈഹി സ്വലാം 134 പ്രാവശ്യമാണ് മൂസ എന്ന പേര് ഖുർആനിൽ പറഞ്ഞത്. ലൈസലിയായതിൻ ലഹിയത്തുൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ആർക്കും താടിയില്ല. കുല്ലും ജുർദും മുർദുൻ, എല്ലാവരും താടിയോ രോമങ്ങളോ ഒന്നും ഇല്ലാത്ത നിലക്കാണ് സ്വർഗത്തിൽ എല്ലാവരും 33 വയസ്സിൽ. ആദം നബി അലൈഹി സ്വലാമിൻ്റെ നീളത്തിലാണ്. ആണും പെണ്ണും 33 വയസ്സിലാണ്. പക്ഷെ ആർക്കും താടികളോ മീശയോ രോമോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ മൂസാ നബിക്ക് മാത്രം ഫൈനലിഹി പുക്കിൾ വരെയുള്ള താടി ബഹുമാനപ്പെട്ടവർക്ക് ഉണ്ടാകും എന്ന് സീറത്തുൽ ഹലബിയ 1-ാം വാല്യം 392-ാമത്തെ പേജിൽ കാണുന്നു. 120 കൊല്ലം ബഹുമാനപ്പെട്ടവർ ജീവിച്ചു എന്നാണ് ഇത്ഖാനിലുള്ളത്. ഏതായാലും 7-ാം ആകാശത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇബ്രാഹിം എന്നുള്ള പേര് ഖുർആനിൽ 68 പ്രാവശ്യമാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട ബൈത്തുൽ മാമൂറിലേക്ക് ഇങ്ങനെ ചാരിക്കടക്കുകയാണ്. നസീമുർ റിയാദ് 3-ാം വാല്യം 64-ാമത്തെ പേജിലുണ്ട്. അപ്പം കഅബ ബാക്കിലാക്കിയിട്ട് ഒരാക്കൈമ ചാരിക്കടക്കാം എന്നുള്ളതിൽ ദലീലുണ്ട് എന്ന് ഇമാമിങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളുടെ മക്കളൊക്കെ ബഹുമാനപ്പെട്ടവരുടെ കൂടെയുണ്ട്. ചെറുപ്പത്തിൽ മരിച്ചുപോയ മക്കൾ, മുഅ്മിനീങ്ങളുടെയും കാഫിരീങ്ങളുടെയും ഒക്കെ മക്കൾ ചെറുപ്പത്തിൽ മരണപ്പെട്ടാൽ സ്വർഗത്തിലാണെന്നാണ് മുഅ്തമദ് എന്ന് ഇമാം സുയൂത്തി തങ്ങൾ ഷർഹുശുദൂർ ഫി അഹ്വാലി അസ്ഹാബിൽ ഖുബൂർ എന്ന കിതാബിലും മറ്റും ഉദ്ധരിക്കുന്നുണ്ട്. 175-ാം വയസ്സിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വഫാത്തായത്. ഏതായാലും ഈ അമ്പിയാക്കളൊക്കെ കണ്ടു. ഈ അമ്പിയാക്കളിൽ ഈസാ നബിയും ഇദ്രീസ് നബിയും ഇന്നും ആകാശത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഖിദർ നബിയും ഇല്യാസ് നബിയും ഭൂമിയിലും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഫത്തുൽ ബാരിയിലുണ്ട്. ഫതാവൽ ഹദീത്തിയ 150-ാമത്തെ പേജിലുണ്ട്. ഖിദർ വലിയ മാത്രമല്ല നബി തന്നെയാണെന്നാണ് പ്രബലമെന്ന് തുഹഫ 1-ാം വാല്യം 136-ാമത്തെ പേജിലുണ്ട്. ഖിദർ നബി ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഫതുഹുൽ ബാരി 6-ാം വാല്യം 337-ാമത്തെ പേജിലുണ്ട്. അപ്പോൾ ഈ അമ്പിയാക്കളൊക്കെ ഓരോ ആകാശത്തിൽ നിന്നും കണ്ടു. അവരൊക്കെ നബിയുമായി വളരെയേറെ സന്തോഷങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട അമ്പിയാക്കൾ നബി തങ്ങൾക്ക് വളരെയേറെ സ്വാഗതം പറഞ്ഞു. ഇങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് ഏഴ് ആകാശങ്ങളിലും പ്രത്യേകമായ കഅബന്റെ നേരെ ഓരോ എടുപ്പുകൾ ബഹുമാനപ്പെട്ട മലായിക്കത്തിന് ഇബാദത്ത് എടുക്കാനുണ്ട്. 7-ാം ആകാശത്തുള്ള ആ എടുപ്പിൻ്റെ പേരാണ് അൽ ബൈത്തുൽ മാമൂർ. അതിന് ലുറാഹ് എന്നും പേരുണ്ട്. ലമ്മാണ് ലാദിനിക്ക് എന്ന് നസീമുർ റിയാദ് 3-ാം വാല്യം 63-ാമത്തെ പേജിലുണ്ട്. ഓരോ ദിവസവും അതിൽ 70,000 മലക്കുകൾ കടക്കും. ആ വന്നവരാരും പിന്നെ അതിലേക്ക് ഇബാദത്ത് എടുക്കാൻ കടക്കൂല എന്ന് ഹദീസിലുണ്ട്.
ബഹുമാനപ്പെട്ട മുത്തനബി ബൈത്തുൽ മാമൂറിന്റെ ഉള്ളിൽ കടന്ന് 2 റക്അത്ത് നിസ്കരിച്ചു എന്ന് അൽബിദായത്തു വന്നിഹായ 3-ാം വാള്യം 154. അങ്ങനെ അവിടെ വെച്ച് ബൈത്തുൽ മാമൂറിൽ വെച്ച് നിസ്കരിച്ചു. അതിന്റെ ശേഷം പിന്നെ ബഹുമാനപ്പെട്ട മുത്തനബി സിദ്റത്തുൽ മുൻതഹയിലേക്ക് പോയി. ഒരത്യത്ഭുത മരമാണത്. ഖുർആൻ പറഞ്ഞു ഇത് സൂറത്തുൻ നജ്മ്. വളരെയേറെ പ്രകാശങ്ങളും മറ്റും അത്യത്ഭുതങ്ങൾ. എന്താ സിദ്റത്തുൽ മുൻതഹ ഇത് ഖുർആൻ അതിനെ മലായിക്കത്ത് വരെ വിട്ട് കടക്കൂല. ബഹുമാനപ്പെട്ട ഷറഹ് മുസ്ലിമിൽ ഇമാം നവവി 1-ാം വാള്യം 214-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇതന്നെ ഫീൽ, ആനകളെ ചെവികളെ പോലെ വലിയ വലിയ ഇലകള്, വസിമാറുവാദിന്റെ പഴങ്ങൾക്ക് ഖിലാലി ഹജറ, ഹജറ എന്ന നാട്ടിലുള്ള വലിയ തോൽപാത്രങ്ങളെ പോലെ. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്, അത്രയും നല്ല വലിപ്പം. ഏതായാലും സിദ്റത്തുൽ മുൻതഹ ബഹുമാനപ്പെട്ട മുത്തനബി തങ്ങൾ കണ്ടു. അതങ്ങ് കഴിഞ്ഞിട്ട് വറ അന്നബിയു ജിബ്രീല, ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ യഥാർത്ഥ കോലത്തിൽ ബഹുമാനപ്പെട്ട മുത്തനബിയെ കണ്ടു. 2 പ്രാവശ്യമാണ് ജിബ്രീലിന്റെ അസുലിയായ കോലത്തിൽ, ആ 600 ചിറകുകളുള്ള കോലത്തിൽ മുത്തനബി കണ്ടത്. ഒന്ന് ഹിറാ ഗുഹയിൽ. ഹിറാ ഗുഹ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ മക്കയുടെ വടക്കു ഭാഗത്ത് 3 കിലോമീറ്റർ മാറി നിൽക്കുന്ന സമുദ്രനിരപ്പിൽ നിന്ന് 600 ചില്ലാനം മീറ്റർ ഉയരത്തിലുള്ള ഹിറാ ഗുഹ. ആ ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രീലിനെ യഥാർത്ഥ കോലത്തിൽ കണ്ടു. മറ്റൊന്ന് ഈ സിദ്റത്തുൽ മുൻതഹയുടെ അവസരത്തിൽ വെച്ചും കണ്ടു. 2 വട്ടം കണ്ടിട്ടുണ്ട്. അങ്ങനെ മലക്കുകൾ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് കാര്യങ്ങൾ പകർത്തി എഴുതുന്ന പേനകളുടെ ശബ്ദങ്ങൾ വരെ കേൾക്കുന്ന സ്ഥലത്തിലേക്ക് വരെ മുത്തുനബി തങ്ങളെത്തി. കുറേ സ്ഥലങ്ങളെത്തി. ബഹുമാനപ്പെട്ട ജിബ്രീലിന് പോലും വരാൻ പാടില്ലാത്തൊരു സ്ഥലമുണ്ട്. ജിബ്രീലും വഖഫ് في شطه رعبا فودعه وهتف دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما دعني تقدم, ഞാൻ ഇനി പോരുന്നില്ല, നിങ്ങൾ പോയിക്കോളൂ. യാ ഹബീബി ലാ തഖഫ്, പേടിക്കണ്ട. അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ, റബ്ബുമായിട്ട് മുനാജാത്ത് നടത്താം അവിടെ ചെന്നാൽ എന്ന് പറഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കണം, റബ്ബ് അവിടെയായിരുന്നു. റബ്ബിനെ ബഹുമാനപ്പെട്ട മുത്തുനബി കണ്ടു എന്നാണ് ഇമാം തബരി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അബുൽ ഹസൻ അഷ്അരി തങ്ങളെ അഭിപ്രായക്കാരാണ്. ഇമാമുൻ നവവി ഫതാവയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അൽ ബിദായത്തു വന്നിഹായ 2-ാം വാള്യം 475-ാമത്തെ പേജിലുണ്ട്. 3-ാം വാള്യം 157-ാമത്തെ പേജിലുണ്ട്. അൽ അൻവാറുൽ മുഹമ്മദിയ 348, തൻവീറുൽ ഖുലൂബി 66, ജമൽ 4-ാം വാള്യം 226, ഷറഹുൽ അഖായിദിന്റെ ഷറഹി നിബ്രാസിൽ ഇമാം ഫർഹാരി 295, ഖാദി ഇയാദ് തന്റെ ഷിഫായിൽ 1-ാം വാള്യം 119, ജൗഹറത്തു തൗഹീദിന്റെ ഹാഷയിൽ ഇമാം ബാജുരി 71-ാം പേജിലും 73-ാം പേജിലും, ബഹുമാനപ്പെട്ട ബൈലാവിയുടെ ഹാഷിയ ശൈഖുസാദ 4-ാം വാള്യത്തിൽ 313-ാമത്തെ പേജിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നേരെ കണ്ണുകൊണ്ട് തന്നെ, ഹൃദയത്തിന്റെ കണ്ണുകൊണ്ടോ ഹൃദയം കൊണ്ടോ അല്ല, തലയിലുള്ള യഥാർത്ഥ കണ്ണുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. ഇത് നബി തങ്ങൾക്കുള്ള മാത്രം പ്രത്യേകതയാണ്, വേറെ ആരും കാണൂല. ഇത് നബിക്ക് തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണെന്ന് നൂറുൽ അബ്സാറിന്റെ 19-ാമത്തെ പേജിലുണ്ട്. വലാ ഐന ഫിദ്ദുനിയാ തറാഹു ലിഖൗലിഹി സിവൽ മുസ്തഫ ഇദ് കാന ബിൽ ഖുർബി മുഫറദാ. വലാ ഐന ഫിദ്ദുനിയാ തറാഹു, ഒരാളും നബി തങ്ങളെ കണ്ണുകൊണ്ട് ഇവിടുന്ന് കാണൂല. ലിഖൗലി, അല്ലാഹു തആല പറഞ്ഞതാണ് മൂസ നബിയോട് കാണൂല എന്ന്. മൂസ നബി ചോദിച്ചപ്പോൾ തന്നെ കാണൽ അഖ്ലിയായ ജായിസാണ് എന്ന് മനസ്സിലായി. പക്ഷെ ഇവിടുന്ന് കാണൂല. സിവൽ മുസ്തഫ ഇദ് കാന ബിൽ ഖുർബി മുഫറദാ. അങ്ങനെ അല്ലാഹു തആല ബഹുമാനപ്പെട്ട മുത്തുനബി അള്ളാഹുവിനെ കണ്ടു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിനെ കണ്ടു എന്ന് പറയുമ്പം അള്ളാഹ് അവിടെയായിരുന്നു എന്ന് മനസ്സിലാക്കരുത്. ഞാൻ മാറാട് ബീച്ചിൽ നിന്ന് മാസം കണ്ടു എന്ന് പറയുമ്പം മാസത്തിന് ഖമറിന് മാറാട് ബീച്ചുമായി ബന്ധമില്ല. കാണുന്ന എൻ്റെയും കാണപ്പെടുന്ന ചന്ദ്രൻ്റെയും ഇടയിലുള്ള മറകൾ ഞാൻ അവിടെ എത്തിയപ്പോഴാണ് ഹുജ്ബ് നീങ്ങിയത്, അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ബഹുമാനപ്പെട്ട മുത്തുനബിയുടെയും അള്ളാൻ്റെയും ഇടക്ക് കാണാനുണ്ടായിരുന്ന ഹിജാബ് അള്ളാഹു നീക്കിക്കൊടുത്തത് മുത്തുനബി അവിടെ എത്തിയപ്പോഴാണ് എന്നതല്ലാതെ നബി എത്തിയ ആ സ്ഥലത്ത് അള്ളയും ആ സ്ഥലത്താണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. വലാജിഹതും തഹ്ബിൽ ഇലാഹ വലാലഹു മകാനും തആല അൻഹു മാബത മജ്ജദാ. ഇമാം ഷൈബാനി തങ്ങൾ പറഞ്ഞതാണ്, ഫലാജിഹത്തും തഹ്ബിൽ ഇലാഹ, ഇലാഹിനെ ചുറ്റുന്ന ഒരു സ്ഥലം ജിഹത്തില്ല. അള്ള മുകളിലാണ്, അടിയിലാണ്, വലതുഭാഗത്താണ്, സൈഡുഭാഗത്താണ് എന്ന് ജിഹത്ത് അള്ളാഹ്ക്ക് പറയാൻ പാടില്ല. വലാലഹു മക്കാൻ, അള്ളാഹ്ക്കൊരു സ്ഥലവുമില്ല.
തആല അൻഹുമാ വതമജ്ജദാ. അല്ലാഹു ഉന്നതനാണ്. ശറഉൽ ഖായിദിന്റെ മത്തിനിൽ ബഹുമാനപ്പെട്ട ഉമർ അന്നസഫി തങ്ങളും പറഞ്ഞിട്ടുണ്ട്, ലാ യതമക്കനു ഫീ മക്കാൻ വലാ യജ്രി അലൈഹി സമാൻ. അല്ലാഹുക്ക് സമാനില്ല, അല്ലാഹുക്ക് മക്കാനില്ല, അല്ലാഹുക്ക് സ്ഥലമില്ല. അള്ളാഹു ആകാശത്ത് ഒരു ഇടത്തിൽ മാത്രം മക്കാനുടയവനല്ല. അള്ളാഹുക്ക് പ്രത്യേകം ഒരു ജിഹത്തില്ല. ഇത് ഇസ്രാ മിഅ്റാജിനെ പറ്റി പറയുന്നവരും കേൾക്കുന്നവരും ശരിക്കും ശ്രദ്ധിക്കണം. ആയാൻ ആകാശത്ത് ബഹുമാനപ്പെട്ട മുത്തുനബി എത്തിയപ്പോൾ ജിബ്രീൽ പോലും എത്താത്ത സ്ഥലത്ത് നബി തങ്ങൾ എത്തിയപ്പം നബി അള്ളാനെ കണ്ടു എന്ന് പറയുന്നതിൽ നിന്ന് ആ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് തമക്കുനായി നിൽക്കുകയാണ് അള്ളാഹ്. ആ ജിഹത്തിലും മക്കാനിലുമാണ് അള്ളാഹ് എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. നബി തങ്ങൾക്ക് അള്ളാനെ കാണലിനെ തൊട്ടുണ്ടായിരുന്ന മറകളെ അള്ളാഹു നീക്കി കൊടുത്തത് നബി അവിടെ എത്തിയപ്പോൾ ആണ് എന്ന് മാത്രമാണ്. അല്ലാതെ ബഹുമാനപ്പെട്ട നബി കാണുമ്പോൾ അള്ളാഹ് ഒരു സ്ഥലത്ത് മാത്രം മുത്തമക്കിനാണ്, ജിഹത്തിലാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഏതായാലും അള്ളാഹു തആലാനെ മുത്തനബി കണ്ണുകൊണ്ട് കണ്ടു എന്നുള്ളത് തന്നെയാണ് നാം വിശ്വസിക്കുന്നതും നമ്മുടെ ഇമാമിങ്ങൾ മുഅ്തമദാക്കിയതും. അങ്ങനെ ഒരുപാട് വഹയികൾ കിട്ടി. വനാജ ഒരുപാട് സംഭാഷണം നടന്നു. ബുർദയുടെ ബാജൂരി 62-ാമത്തെ പേജിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടോ ഫറവാലൈഹി വഅല ഉമ്മത്തി 50 സ്വലാ, 50 നിക്കാരം അവിടെ വെച്ച് ഫർളാക്കി. മിൻ ഗൈരി തഈനി ഔഖാത്തി, ആ ടൈം ഇന്നതൊന്നും പഠിപ്പിച്ചില്ല, 50 വക്ത്. പക്ഷെ 9 പ്രാവശ്യം മൂസാ നബി അലൈഹി സ്വലാമിലേക്ക് ഇങ്ങനെ വന്നും പോയും മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഒരാവശ്യപ്രകാരം ബഹുമാനപ്പെട്ട മുത്തുനബി വീണ്ടും അള്ളാനെ കണ്ടു ചോദിച്ചപ്പോൾ തഖ്ഫീഫ് നേരിപ്പിച്ചു അവസാനം 5 വക്താക്കി. അത് ഇന്ന ടൈം എന്നിട്ട് കിട്ടിയിട്ടുമില്ല. ഇത് നസീമുർ റിയാദ് 3-ാം വാള്യം 57 പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തുമ്മ ഉയ്യനത്ത് ഔഖാത്തുഹാ, പിന്നെയാണ് ടൈമൊക്കെ വിവരിച്ചു തന്നത്. പിറ്റേ രാവിലെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാം വന്ന് ഇമാമായി നബി തങ്ങൾക്ക് കഅബയുടെ ചാരത്ത് വെച്ച് നിസ്കരിച്ചു കൊടുത്തുകൊണ്ടാണ് ഇന്ന ടൈമിലാണെന്ന് പഠിപ്പിച്ചു കൊടുത്തത്. അന്നൊക്കെ നിക്കാരം 2 റക്അത്തേ ഉള്ളൂ, ഒക്കെ 2 റക്അത്ത്. ളുഹറും 2, അസറും 2, മഗ്രിബ് അല്ലാത്തതൊക്കെ മഗ്രിബ് 3, ബാക്കി 4 നിക്കാരും 2 റക്അത്താണ്. തുമ്മ ചെയ്തത് ബഅദൽ ഹിജ്റത്തി, പിന്നെ ഹിജറിന്റെ ശേഷമാണ് അസർ 4 ളുഹറും 4 ഇശാവും 4. ഫതുഹുൽ ബാരി 1-ാം വാള്യം 553-ാമത്തെ പേജിൽ അല്ലാമ അസ്ഖലാനി തങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിക്കാരം ആദ്യം ഫർളാക്കുമ്പോഴും മക്കയിൽ നിന്ന് നിസ്കരിക്കുമ്പോഴും ളുഹറും അസറും ഇശാവും ഒക്കെ 4 അല്ല 2 റക്അത്താണ്. മഗ്രിബ് ആദ്യമേ 3, ബാക്കിയൊക്കെ 2ആയിരുന്നു. പിന്നെയാണ് 4 റക്അത്തുള്ള നിക്കാരം 4ആക്കിയതെന്ന് കാണാം. മാത്രമല്ല, ആ ഇസ്രാ മിഅ്റാജിന്റെ രാത്രി നിക്കാരം നിർബന്ധമാക്കപ്പെട്ട അതേ രാത്രിയിലാണ് വുളൂഇന്റെ മസലയും നിർബന്ധമാക്കപ്പെട്ടത്, ജനാബത്ത് കുളി നിർബന്ധമാക്കപ്പെട്ടത്, നജസ് ശുദ്ധിയാക്കണമെന്നുള്ള നിയമം നിർബന്ധമാക്കപ്പെട്ടത്. അപ്പം നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട അതേ രാത്രിയാണ് വുളൂ, കുളി, നജസ് കഴുകുക എന്നുള്ള ത്വഹാറത്തുകളെയും നിർബന്ധമാക്കപ്പെട്ടതെന്ന് നസീമുർ റിയാദ് 3-ാം വാള്യം 65-ാമത്തെ പേജിൽ കാണാം. അങ്ങനെ പിന്നെ ബഹുമാനപ്പെട്ട മുത്തുനബി തങ്ങൾ ഒരുപാട് സ്വർഗം കണ്ടിട്ടുണ്ട്, അവിടെ വെച്ച് നരകം കണ്ടിട്ടുണ്ട്, ഒരുപാട് കാഴ്ചകളും അത്ഭുതങ്ങളും കണ്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് മൂസാ നബിയിലേക്ക് തിരിച്ചു വന്നു. അപ്പോഴാണ് മടങ്ങാൻ പറഞ്ഞത്, സൽഹു തഖ്ഫീഫ എന്ന് പറഞ്ഞു. അങ്ങനെ മടക്കി 9 പ്രാവശ്യം മടങ്ങി 50 നിക്കാരം 5ആക്കി ചുരുക്കി, കൂലി 50 തന്നെ. അതൊക്കെ വളരെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയും മറ്റുമൊക്കെ റിവായത്ത് ചെയ്തതാണ്. അങ്ങനെ തിരിച്ചു വന്നിട്ട് മക്കയിലെത്തി വിവരം പറഞ്ഞു. നേരെ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് വന്നിട്ട് അവിടുന്ന് ബുറാക്കിൽ മക്കയിലെത്തി വിവരം പറഞ്ഞു. ആ വിവരം പറഞ്ഞപ്പോൾ ഒരുപാട് ആൾ മുർത്തദ്ദായി, ഒരുപാട് ആൾ ഇസ്ലാമിലേക്ക് വന്നു. അബൂബക്കർ തങ്ങൾക്ക് സുദ്ദീഖ് എന്ന പേര് കിട്ടി. സംഭവ ബഹുലമായ ഒരുപാട് വിഷയങ്ങൾ ബഹുമാനപ്പെട്ട സീറത്ത് ഇബ്നു ഹിഷാമിലും ബഹുമാനപ്പെട്ട തഫ്സീർ ഇബ്നു കസീർ സൂറത്തുൽ ഇസ്രായിലും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. ഏതായാലും ഈ പരിശുദ്ധമായ അള്ളാഹുവിനെ കാണലും നിക്കാരം നിർബന്ധമാക്കലും ഒക്കെ നടന്ന ഒരു പവിത്രമാക്കപ്പെട്ട രാത്രിയാണ് മിഅ്റാജിൻ്റെ രാത്രി. ആ മിഅ്റാജിൻ്റെ രാത്രിക്ക് ഒരു ബറക്കത്തും വലിയ നിഅമത്ത് കിട്ടിയതുമായ രാത്രി. നാം ദിക്ർ ദുആകളിലൂടെയും മറ്റു ഇബാദത്തുകളിലൂടെയും അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എന്നുള്ളത് നാം അടിമകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിറ്റേ ദിവസം യൗമുൽ മിഅ്റാജിൽ നോൽമ്പ് നോൽക്കൽ സുന്നത്തുണ്ടെന്ന് ഇയാനത്തു ത്വാലിബീൻ 2-ാം വാള്യം 270-ാമത്തെ പേജ്, ബഹുമാനപ്പെട്ട ഫിഖ്ഹിലെ ബാജൂരി 1-ാം വാള്യം 328-ാം പേജ്, ഇത്ഹാഫു സാദത്തിൽ മുത്തഖീൻ 5-ാം വാള്യം 207-ാം പേജ്, ബഹുമാനപ്പെട്ട ഫിഖ്ഹിന്റെ ജമൽ 2-ാം വാള്യം, ഫതുഹുൽ അല്ലാം ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങൾ തൻ്റെ ഉനിയത്തിൽ 182-ാമത്തെ പേജിൽ
ഒരാളിങ്ങനെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ദിവസത്തിൽ നോമ്പ് നോറ്റാൽ വലിയ കൂലിയാണെന്നും ഒരുപാട് കാലം നോറ്റ കൂലിയാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങളൊക്കെ ഈ 27ന്റെ പകലിൽ ഇഅ്തികാഫിരിക്കാനും ഇബാദത്ത് എടുക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നൊക്കെ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തെന്നിലേക്ക് ചേർക്കപ്പെടുന്ന ഉനിയത്തിന്റെ 182ാമത്തെ പേജിൽ പറഞ്ഞതായി കാണാം. ഏതായാലും ഇസ്രാ മിഅ്റാജും വലിയ സംഭവങ്ങളാകുന്നു. അല്ലാഹു തആല മുത്തുനബിയുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിരുത്തി മനസ്സിലാക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും സന്ദേശം ഉൾക്കൊള്ളാനും അതുവഴി ഹഖായ വിശ്വാസത്തിൽ ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് ഹുസ്നു ആഖിബ കിട്ടാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. യഥാർത്ഥ നിസ്കാരം, നമ്മുടെ നിസ്കാരം മുഅ്മിനീങ്ങളെ മിഅ്റാജാണ്. അത് ഹദീസൊന്നും അല്ലെങ്കിലും അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ എന്ന് കാണാം. യഥാർത്ഥ നിസ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്ന മുത്തഖീങ്ങളിൽ സർവനാഥ ഞങ്ങളെ നീ പെടുത്തേണമേ തമ്പുരാനേ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളും ഈ സാധുവിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് അടുത്തിടെ മരണപ്പെട്ട എൻ്റെ പിതാവ് PA ആലിക്കുട്ടി മുസ്ലിയാർ മുണ്ടംപറമ്പ് കൊണ്ടോട്ടി ഖാദിയായിരുന്നു, അവർക്ക് വേണ്ടിയും ദുആ ചെയ്യണമെന്ന് സവിനയം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളുടെ സഹോദരൻ PA മുഹമ്മദ് ബാഖവി മുണ്ടംപറമ്പ്.